ഞാൻ പാടും. എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. നിന്റെ ദയ ആകാശത്തിന് മീതി വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, 65ാമത് ഞങ്ങളുടെ സഭയുടെ ജനറൽ കൺവെൻഷനായ മൈലച്ചൽ കൺവെൻഷൻ്റെ ഈ സന്ധ്യയെങ്കിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ആയുസ്സിൻ്റെ ഒരു മുഴം കൂടി ഞങ്ങൾക്ക് നൽകിയതിനാൽ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ കർത്താവെ, നീ ഞങ്ങൾ അതിശയകരമായി വഴി നടത്തിയതിനാൽ സ്തോത്രം. ജീവിതയാത്രയിൽ അഹങ്കാരപ്പെടാതെ അനുഗ്രഹങ്ങൾ വാങ്ങിയ അടിമകളെ പോലെ ഈ ഭൂമിയിൽ നിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിപ്പാൻ നീ തരുന്ന എല്ലാ കൃപകൾക്കുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ സ്നേഹം പങ്കിടുവാൻ, നിന്നോട് സഹകരിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെയും മനസ്സുകളെയും നീ ക്രമപ്പെടുത്തണമേ. 4ാം ദിവസത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ആത്മീയമായ ചിന്തനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു പരിവർത്തനമുണ്ടാകുവാൻ ഇന്നിൻ്റെ ഈ രാത്രികാലം ഞങ്ങളുടെ മനസ്സുകളെ നീ കീറി മുറിക്കണമേ. അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ ഞങ്ങൾ പോകുന്നു. തിരുവചനം കേൾക്കുവാനായി ഞങ്ങൾ പോകുന്നു. കർത്താവേ, ഇന്നലകളിൽ ഞങ്ങൾ ജീവിച്ചതുപോലെയല്ല, ഇന്നിൻ്റെ ഈ രാത്രികാലം വലിയൊരു മാറ്റത്തിൻ്റെ ഒരു കാറ്റ് വീശുവാൻ ഈ ദേശത്തിനെ നീ ഒരുക്കിക്കൊള്ളണമേ. അനുഗ്രഹീതമായ പാട്ടുകൾ പാടുന്ന നിന്റെ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവെ, ഇന്നിൻ്റെ ഈ രാത്രികാലം നീ ബലപ്പെടുത്തണം. കർത്താവെ, ശക്തിയാൽ നിറയ്ക്കണം. അവരുടെ ആധരങ്ങളിൽ നിന്നും വരുന്ന മാധുര്യമേറുന്ന സംഗീതത്താൽ കടന്നു വരുന്ന ജനത്തിനെ നീ കർത്താവെ അനുഗ്രഹീതരാക്കി തീർക്കണം. അനുഗ്രഹീതമായ വചനം സംസാരിക്കണം. നിന്റെ പ്രിയദാസനെ കുരിശിന്റെ മറവിൽ നീ മറച്ചുകൊള്ളണം. കടന്നു വരുന്നവരെയും വരുവാൻ ആഗ്രഹിക്കുന്നവരെയും ശബ്ദപരിധിയിൽ ഈ തിരുവചനം ശ്രവിക്കുന്നതായ, ഗാനങ്ങൾ ശ്രവിക്കുന്നതായ നിന്റെ പ്രിയ ജനത്തെയും കർത്താവെ നീ കരുതിക്കൊള്ളണമേ. ഞങ്ങളുടെ പ്രിയ ഉപകരണങ്ങളൊക്കെ വായിക്കുന്ന നിന്റെ പ്രിയ മക്കൾ, സൗണ്ടും അതുപോലെ ലൈറ്റുമൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ, ബഹുമാനമുള്ള തിരുമേനിമാര്, അച്ഛന്മാര്, പ്രവർത്തകര്, വിശ്വാസികൾ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനുഗ്രഹീതമായ സന്ദേശത്തെ കേൾക്കുവാൻ കടന്നു വരുവാനിരിക്കുന്ന പ്രിയ ദൈവജനത്തെയും നിന്റെ സാന്നിധ്യത്താൽ, നിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമെന്ന് യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം പരമപിതാവേ. ആമേൻ. അനുഗ്രഹീതമായി സന്ധ്യയെങ്കിൽ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നാം ഒരുങ്ങുകയത്രേ. ദൈവം നമുക്ക് എത്ര നല്ലവൻ, ദൈവം എത്ര മതിയായവൻ. കൺവെൻഷൻ ഗീതങ്ങളിൽ 24ാമത്തെ പാട്ട് പാടി നമ്മുടെ ഗാനശുശ്രൂഷ ആരംഭിക്കാം. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്ക എന്ന പാട്ട് പാടി നമുക്ക് ഗാനശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവർക്കും കരങ്ങളടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ചിന്തി
സ്തുതിക്കാം നീ പരനെ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം തിരിച്ചറിയുകയാണ്. മനോഹരമായി കരങ്ങളെ തട്ടി പാടി ദൈവത്തെ ആരാധിക്കുക. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കുക. 107-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കണം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ ആരാധിക്കുവാനായി നമുക്ക് അവസരത്തെ വിനിയോഗിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥൻ യേശുവിനെ.
ആരാധിക്കുന്നു. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും കരങ്ങളിൽ തട്ടി, കർത്താവേ, എൻ്റെ പ്രയാസങ്ങളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ നിനക്കൊരു ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് ദൈവകരത്തിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കാം. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സകലഭൂകൾ ആരാധിക്കും പരിശുദ്ധരെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സകലഭൂകൾ ആരാധിക്കും പരിശുദ്ധരെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പെണ്ണന വഴിയും കെട്ടുകളെയും ആരാധനകൾ. ഓട്ടകളെയും ബോധകളെയും ആരാധനകൾ. പെണ്ണന വഴിയും കെട്ടുകളെയും ആരാധനകൾ. പാതകളെയും ബോധകളെയും ആരാധനകൾ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ലോകം മാറും, ക്ഷീണം മാറും, ആരാധനകൾ. പങ്കുടമുടെയും ദൈവത്തിലും ആരാധനകൾ. ലോകം മാറും, ക്ഷീണം മാറും, ആരാധനകൾ. പങ്കുടമുടെയും ദൈവത്തിലും ആരാധനകൾ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി വെട്ടിയതെല്ലാം ഇന്ന് രാത്രി നമ്മുടെ ചങ്ങലപ്പെടുന്ന രാത്രിയായിട്ട് മാറട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ശരീരങ്ങളൊക്കെ വെളിവാക്കപ്പെടുന്ന രാത്രിയായിട്ട് മാറട്ടെ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാം. ഇപ്പോൾ ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു.
അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. സറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധനമണിയും കെട്ടുകളെയും ആരാധനയങ്ങൾ, വാതകളൊഴിയും കോട്ടകൾ പകരും ആരാധനയങ്ങൾ. ബന്ധനമണിയും കെട്ടുകളെയും ദൈവത്തോടെ കോട്ടകളൊക്കെ തടുക്കുന്ന ദൈവമേ, എന്റെ രോഗങ്ങളെ മാറ്റുവാൻ, എന്റെ ഭാരങ്ങളെ മാറ്റുവാൻ, നല്ല ഭാരമാക്കിയ ഇന്ന് രാത്രിയിൽ ഉള്ളതിനായി സ്തോത്രം പറഞ്ഞു ദൈവത്തിന്റെ സ്തുതി ഗ്രഹിച്ച രാത്രിയാലെ ആരാധിച്ചപ്പോൾ ചങ്ങലമുട്ടി എന്തിനെല്ലാം മോചിതനായിരുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങലകളൊക്കെ പൊട്ടി, ബന്ധിതരൊക്കെ മോചിതരായതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞങ്ങളെ കെട്ടപ്പെട്ടിരിക്കുന്ന ചങ്ങലകളൊക്കെ പൊട്ടി മാറുവാൻ, ഞങ്ങളെ ബന്ധനങ്ങളെ കഴിഞ്ഞു മാറുവാൻ, ഞങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകുവാൻ, ഞങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ, ഞങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകുവാൻ, ഞങ്ങളുടെ ബാധകളൊക്കെ മാറിപ്പോകുവാൻ, എൻ്റെ സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകുവാൻ, ദൈവമേ നിന്റെ ഒരു വാക്ക് എനിക്ക് ആവശ്യമാണ്. ദൈവമേ നിന്റെ ഒരു വാക്ക് തന്ന് എന്നെ ബലപ്പെടുത്തണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ നവീകരിക്കണമേ, എന്നെ ഒന്നുകൂടൊന്ന് പണിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ തലകളെ ഉണക്കിയിരിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തിയിരിക്കുന്നത് സഹായം വരുന്ന പർവ്വതത്തിലേക്കാണ്. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം. ദൈവത്താൽ സാധ്യം. മരിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ദൈവം, രോഗികൾക്ക് സൗഖ്യം തന്ന ദൈവം, വലിയ വിടുതൽ തന്ന ദൈവം, ഇന്ന് രാത്രിയിൽ അവൻ നമ്മുടെ മധ്യവാനസേനകളുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. സകല മാനവും സകല മഹത്വവും കർത്താവേ നിനക്ക് മാത്രം യോഗ്യം. ചേർന്ന് ദൈവത്തിന് നന്ദി ഗ്രഹിച്ചാൽ എല്ലാവരും വലത് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ആരാധനയ്ക്ക് യോഗ്യനെ, സകല സ്തുതികൾക്ക് യോഗ്യനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. You deserve the glory and the honor. Lord, we lift your hands in worship as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. There is no one else like you. സ്തുതിച്ച് പാടിടും മഹിമയ്ക്ക് എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ച് പാടിടും മഹിമ അങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. യേശു വലിയവൻ,
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. மகிமை உமக்கே எங்கள் கரங்களை உயர்த்தி உமை என்றும் ஆராதிப்போம். துதிக்கு பாத்திர மகிமை உமக்கே எங்கள் கரங்களை உயர்த்தி உமை என்றும் ஆராதிப்போம். நீர் பெரியவர், அற்புதங்கள் செய்பவர், உம்மை போல யாரும் இல்லை, உம்மை போல யாரும் இல்லை. நீர் பெரியவர், அற்புதங்கள் செய்பவர், உம்மை போல யாரும் இல்லை, உம்மை போல யாரும் இல்லை. Yours is the glory and the honor. Lord, we lift your hands and worship as we lift your holy name. You deserve the glory and the honor. Lord, we lift your hands and worship as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. There is no one else like you. Hallelujah. ചേർന്ന് കരങ്ങളെ തട്ട് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മൾ പാടി ആരാധിച്ചല്ലോ. അവൻ സകലത്തിനും യോഗ്യനായ ദൈവം. അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദിയാണ്, അന്തമാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. അവർക്ക് മുമ്പടെയാണ്, പിമ്പടെയാണ്. മുമ്പിൽ ചെങ്കടലും പിമ്പിൽ സൈന്യമായിരുന്നാലും ആരെങ്കിലും ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല, സകലവും ദൈവത്താൽ സാധ്യം. ദൈവത്തിന്റെ മുമ്പാകെ സകലവും സാധ്യം, സകലവും സാധ്യം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം, ഒന്ന് പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. പ്രാർത്ഥനയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളൊന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഒന്ന് പുകഴുവാൻ എന്നെ സഹായിക്കണമേ, അങ്ങയിൽ പുകഴുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ വീഴുന്ന നല്ല വിളനിലമായി എൻ്റെ ഹൃദയത്തെ അങ്ങ് മാറ്റണമേ. എൻ്റെ ശ്രദ്ധ എൻ്റെ ഭവനത്തിലല്ല, എൻ്റെ ശ്രദ്ധ എൻ്റെ ഔദ്യോഗിക മേഖലകളിലല്ല, എൻ്റെ ശ്രദ്ധ എനിക്ക് വന്നുപോയ പിഴവുകളിലല്ല, എൻ്റെ ശ്രദ്ധ എൻ്റെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലല്ല, എൻ്റെ ശ്രദ്ധ കർത്താവ് മറ്റെടുത്തുമല്ല, നിന്റെ കണ്ണിലേക്കാണ്. ഞാൻ നിന്നിലേക്ക് എൻ്റെ മനസ്സുയർത്തുകയാണ്. ഈ രാത്രി എന്നോട് ഒന്ന് ഇടപെടണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. പ്രാർത്ഥനയുടെ സമയവും എല്ലാവർക്കും ശാന്തമായിരുന്ന ദൈവത്തിന് സ്തുതി കരയറ്റി, ദൈവത്തിന് മഹത്വം കരയറ്റി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ബഹുമാനോടെ ലിജിയച്ചൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എത്ര നല്ലവൻ, ദൈവം എത്ര മതിയായവൻ, ദൈവം എത്ര നല്ല സഹായകൻ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ വിശ്വസിക്കാൻ യോഗ്യനായ കർത്താവ് ഇനി ഈ പന്തനുള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് ഞാനും നിങ്ങളും സമർപ്പിച്ചു കൊടുക്കുന്നത്. ഈ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സ്തുതിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നമ്മളോട് ഇടപെടുന്നത് ഈ ദൈവമാണ്. ദൈവമേ, ഇന്ന് എന്നോട് ഒന്ന് സംസാരിക്കണമേ. ദൈവമേ, ഇന്ന് എന്നോട് ഒന്ന് സംസാരിക്കണമേ. എൻ്റെ കുടുംബത്തിലൊന്ന് ഇടപെടണമേ, എൻ്റെ ദേശത്തിലൊന്ന് ഇടപെടണമേ.
എത്ര പേർക്ക് ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഏറ്റവും അടുത്ത സഹായകനായ ഒരു കർത്താവ്, എല്ലാറ്റിനും എല്ലാമായ ഒരു ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടും. ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക മാത്രം ചെയ്യും. ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക മാത്രം ചെയ്യും. വിവിധ വിഷയങ്ങളുടെ മേൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ദൈവം, കഴിഞ്ഞ ദിവസങ്ങളുടെ കൺവെൻഷൻ യോഗങ്ങൾ ഏറ്റവും അനുഗ്രഹമാക്കിയ ദൈവം ഈ രാത്രിയിലും കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളോട് വ്യക്തമായി സംസാരിക്കുവാൻ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കൺവെൻഷനെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമോ? എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതവും ശാന്തവുമായ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഈ 65ാമത് കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹകരമായി ആരംഭിക്കുവാൻ, ഈ ദിവസം വരെയും നടത്തുവാൻ എൻ്റെ സ്വർഗത്തിലെ കർത്താവേ അങ്ങടയാക്കിയതിനായി നന്ദി. അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനായിട്ടില്ല കർത്താവേ. നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. എൻ്റെ കർത്താവ് സംസാരിക്കണം, എൻ്റെ കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വേദിയിലായിരിക്കുന്ന അഭിമന്യ തിരുമേനിമാർക്കായി സ്തോത്രം. ബഹുമാനമുള്ള അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശമ്മാശന്മാർക്കായി സ്തോത്രം. നമ്മുടെ പ്രവർത്തകരേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൂടെ ഇരിക്കണമേ. ഇന്ന് വചനവുമായി കടന്നു വന്ന അഭിമന്യ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവീക വചനം ഇന്ന് കേൾക്കുവാൻ തക്കണം അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതുപോലെ അല്ല കർത്താവേ, ജീവിതത്തിൽ നന്മകൾ, അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, വിടുതൽ പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ അങ്ങനെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവിടെ കർത്താവേ, മറ്റു പുറകിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗീയ ശക്തിയാൽ അങ്ങ് നിറയ്ക്കണം. ഈ ദേശത്ത് ഞങ്ങളുടെ ഈ കൺവെൻഷൻ യോഗം ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവേ അങ്ങനെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ ഈ ദേശത്ത് ഒരു അത്ഭുതമായി തീരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവേ അങ്ങനെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ വിഷയം തന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവേ. സോന സുശീലൻ എന്ന് പറയുന്ന പ്രിയ പൈതലിനായി സ്തോത്രം. നാളെ മുതൽ പരീക്ഷ ആരംഭിക്കുകയാണ് കർത്താവേ. പരീക്ഷയ്ക്ക് വിഷയം തന്ന് നേർച്ച സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ അങ്ങ് കൂടെ ഇരിക്കണമേ. പരീക്ഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഏറ്റവും അനുഗ്രഹമായി ഹല്ലേലൂയ കർത്താവേ പരീക്ഷകൾ എഴുതുവാനുള്ള കൃപ സ്വർഗം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് കർത്താവേ ഞങ്ങളുടെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കണമേ. എൻ്റെ കർത്താവ് തന്നെ ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളോട് സംസാരിക്കണം, കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ മൈലച്ചിൽ കൺവെൻഷൻ്റെ 4ാമത്തെ രാത്രി കർത്താവിൽ ഒന്നുകൂടെ ഒന്ന് കൂടി വരുവാൻ ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശാന്തമായി ദൈവവചനം കേൾക്കുവാൻ, നമ്മെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഒരുക്കുവാൻ, നമ്മെ ഒന്ന് നവീകരിക്കുവാൻ ഇങ്ങനൊരു അവസരം ദൈവം നൽകിയതിന് ദൈവത്തിന് സ്തുതി കരയേറ്റുന്നു. ഈ അനുഗ്രഹീതമായ ദിവസം നമ്മുടെ മധ്യേ ആയിരിക്കുന്ന അഭിമന്യ തിരുമേനിമാരെയും ബഹുമാനുള്ള അച്ഛന്മാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. 65ാമത് മൈലച്ചിൽ കൺവെൻഷൻ്റെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മ എന്തുകൊണ്ടും ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നതിൽ തർക്കമില്ല. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന, നമുക്ക് അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ മോസ്റ്റർ ഡോക്ടർ ജോർജ് ഈപ്പൻ തിരുമേനി, സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പ്, അഭിമന്യ തിരുമേനിയുടെ നേതൃത്വവും പ്രാർത്ഥനയും ഈ സഭയ്ക്ക് എന്നും തണലും എന്നും അനുഗ്രഹവുമാണ്. അനുഗ്രഹീതമായ നേതൃത്വത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരുടെയും പേരിൽ അഭിമന്യ തിരുമേനിയെയും മറ്റ് ബിഷപ്സിനെയും കർത്തൃനാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുഖ്യ പ്രാസംഗികനായി കടന്നു വന്നിരിക്കുന്നത് ആംഗ്ലിക്കൻ സഭയുടെ ചെന്നൈ ഡയോസിസിൻ്റെ അധിപൻ അനുഗ്രഹീതനായ മോസ്റ്റർ ഡോക്ടർ ജോൺ സത്യകുമാർ ബിഷപ്പാണ്. അഭിമന്യ തിരുമേനി ചെന്നൈയിൽ നിന്ന് യാത്ര ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ശാരീരികമായ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരുമേനി ഒത്തിരി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ്. അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദ പ്രസൻസ് ഓഫ് ദി ബിഷപ്പ് മോസ്റ്റർ ഡോക്ടർ ജോൺ സത്യകുമാർ
means lot to us. It makes our fellowship truly special. We are very grateful and feel blessed to be with you and to have you in our midst. We are very welcome you, Bishop. ഇന്ന് ഈ മനോഹരമായ രാത്രിയിൽ എല്ലാവർക്കും ചേർന്ന് കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ ബഹുമാനുള്ള അച്ഛന്മാർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. നമ്മുടെ സഭയുടെ പ്രതിസഭാധ്യക്ഷൻ ബഹുമാനുള്ള ലിജി വർഗീസ് അച്ഛൻ, മറ്റ് അച്ഛന്മാർ, ചമാച്ചന്മാർ, പ്രവർത്തകർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, ഇന്ന് മൈക്കും ലൈറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, 2 ബുക്ക് സ്റ്റോളിൽ പ്രവർത്തിക്കുന്ന പ്രിയ ചുമതലക്കാർ, ഇവിടെ ആയിരിക്കും ദൂരത്തുനിന്ന് ചാരത്ത് വന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. ആ സമയത്ത് സ്തോത്ര കാഴ്ചകളും നേർച്ചകളും സ്വീകരിക്കും. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിനന്ദിയ തിരുമേനി നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കൺവെൻഷൻ ഗീതങ്ങൾ 89-ാമത്തെ പാട്ട് ചേർന്ന് പാടാം. 89-ാമത്തെ പാട്ട്. ശ്രീ യേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. പാപപരിഹാരത്വം പാതകളെ തേടി കാരുണ്യത്തിൽ വന്ന നാമം. പാപപരിഹാരത്വം പാതകളെ തേടി കാരുണ്യത്തിൽ വന്ന നാമം. പാവമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമഹുണ്യനാമം. പാവമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമഹുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നെ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നെ കനിഞ്ഞ നാമം. അങ്ങേരെന്ന പേരെടുത്തു എന്നേക്കുമായി മാറിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അങ്ങേരെന്ന പേരെടുത്തു എന്നേക്കുമായി മാറിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും മുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും മുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതൽ നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതൽ നൽകും
കർത്താവ് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ശാന്തമായ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ തക്കൊണ്ട് നീ ഒരുക്കി തന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകാല ഈ രാത്രിയിൽ കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ലഭിച്ച സ്തോത്ര കാഴ്ചയെ തിരുകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത കരങ്ങളെ നിന്റെ കൃപയാൽ പൊതിഞ്ഞാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ വചന ശുശ്രൂഷയിൽ നിന്റെ കൃപ കൂടി ഇരുന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടി ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട നല്ല കൃപയ്ക്കായി സ്തോത്രം. യേശു നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ. അനുഗ്രഹീതമായ ഈ 4ാമത്തെ രാത്രിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമത്രേ. സാധാരണ തിരുമേനിമാരെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ തിരുമേനിയാണല്ലോ. എന്നാൽ ശബ്ദത്തിന് ചെറിയ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അഭിനന്ദിയ ജോൺ സത്യകുമാർ തിരുമേനി ഗാഫ്കോൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബിഷപ്സ് അലൈസിൻ്റെ ഇന്ത്യയിലെ അധിപനാണ്. അങ്ങനെ ഒത്തിരി തവണ ഒത്തിരി മീറ്റിങ്ങുകൾക്ക് നമ്മുടെ അഭിനന്ദിയ തിരുമേനിയും ഈ ഇന്ന് പ്രാസംഗനായിരിക്കുന്ന തിരുമേനിയും ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. അവരേറെ നാളായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്നവരാണ്. ഈ ശാന്തമായ രാത്രി കർത്താവിൻ്റെ വചനം ആഴമായി നമ്മൾ ക്രിയ ചെയ്യാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും. എല്ലാവരെയും പ്രാർത്ഥനയോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ബഹുമാനുള്ള ശുഭസാറാണ്. Now may I request the bishop to deliver the word of God. Glory be to the Father, the Son and the Holy Spirit. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. We give all the glory to our Lord Jesus Christ our Lord. പരിശുദ്ധനായ നമ്മുടെ കർത്താവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും നൽകും. Greetings to you all in the name of our Lord and Savior Jesus Christ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ രാത്രിയിൽ അറിയിക്കട്ടെ. I respect and honor our beloved Valya Tirumeni, our spiritual brother. ഇവിടെ വേദിയിലായിരിക്കുന്ന അഭിവന്ദ്യ പ്രസിഡന്റ് ബിഷപ്പ് നമ്മുടെയൊക്കെ ആത്മീക പിതാവായ തിരുമേനിയെ വന്ദനം ചെയ്യുന്നു. George Ifanaya, അഭിവന്ദ്യ ജോർജ് ഈപ്പൻ തിരുമേനി, the distinguished guest from other countries. വിവിധ സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയ സ്നേഹിതരുണ്ടല്ലോ, എല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം. Especially our beloved bishop from ECI and other board members of this St. Thomas Evangelical Church. ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന അഭിവന്ദ്യ ഈസിയുടെ സുന്ദർ സിംഗ് തിരുമേനി, ഈ സഭയുടെ തന്നെ ചുമതലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വന്ദനം. You're all happy? എല്ലാവരും സന്തോഷത്തിലാണോ? Praise the Lord. പ്രൈസ് ദി ലോർഡ്. Say everybody, God loves you. ഒന്ന് കൈകൊടുത്ത് പറയാമോ? എല്ലാവരും പരസ്പരം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Yes, we are all children of God. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. Yes. For the very reason that God has brought us together as one family of St. Thomas Evangelical. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചായി നമ്മളെ ഒരു കുടുംബമായി ഇവിടെ ഇങ്ങനെ കൂട്ടിവരുത്തിയിരിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ്. Hope that you're all enjoying this service. ഇവിടെ നടക്കുന്ന ഇങ്ങനെ ആത്മീക ശുശ്രൂഷകൾ നിങ്ങൾ എല്ലാവരും അനുഗ്രഹപൂർണമായി സ്വീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Personally, I feel it is in heaven, could be heaven here on this place. ഞാൻ glorify our Lord and Savior Jesus Christ. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നതും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതും ഇങ്ങനെയാണ്. ഒരു ചെറിയ സ്വർഗീയ നിഴൽ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം. Do you agree with me? നിങ്ങളത് എന്നോട് കൂടെ ചേർന്ന് സമ്മതിക്കുന്നുവോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ? എന്താ സംസാരിക്കുന്നത്? You should join to adore our Lord Jesus Christ in any situation that നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോഴൊക്കെ സാഹചര്യങ്ങളെ മറന്ന് നമ്മുടെ ദൈവത്തിൽ സന്തോഷിപ്പാൻ നമുക്ക് സാധിക്കണം. We do have a lot of problems, worries, chaos and confusion, sickness, everything we are passing through. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ പ്രതിസന്ധികൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, അസ്വസ്ഥതകൾ, സങ്കീർണതകൾ, സംഘർഷങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. In the midst of all these, ഇവയെന്നൊക്കെ മാറി it's a great privilege for everyone to thank our Lord from bottom of heart for every breath we live. ഈ സാഹചര്യത്തിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിൽ ശ്വാസമുള്ള കാലത്തോളം നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. മഹത്വം. Amen. ആമേൻ.
Yes. Please turn with me. വേദപുസ്തകത്തിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്കിങ്ങനെ കൊണ്ടുവരാം. 2 Timothy 2 തിമോത്തിയോസ് chapter 2, 2 തിമോത്തിയോസ് 2-ാം അധ്യായം verse 20 and 21. 20ഉം 21ഉം വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 20ഉം 21ഉം വാക്യങ്ങൾ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിറ്റകന്ന് തന്നെത്താൻ വെളിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. Could you kindly read it in English? Anyone, please? ആർക്കെങ്കിലും ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ അത്? 2 Timothy chapter 2 verse 20 and 21. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ ആർക്കെങ്കിലും ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Now in a great house there is not only vessel of gold and silver, but also wood and clay, for some honorable use and for some dishonorable. Therefore, if anyone cleanses himself from the dishonor, he will be a vessel for honorable use, set apart as holy, useful to the master of house, ready for every good work. Amen. Hallelujah. ഹല്ലേലൂയ. Here we see the first word. Valya house. What is that? നമ്മൾ Periya വീട്ടിൽ. വലിയ വീട്ടിൽ നമ്മൾ 20-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ കാണുന്ന ഒരു വാക്ക് വലിയ വീട് എന്നുള്ളതാണ്. How many of you live in വലിയ വീട്? നിങ്ങൾ എത്ര പേര് വലിയ വീട്ടിൽ താമസിക്കുന്നവരാണ്? I mean, if you live in residing in a small house. അതുപോലെ ചെറിയ വീട്ടിൽ താമസിക്കുന്ന എത്ര പേരുണ്ട്? Good. No matter whether it's big or small. കുഴപ്പമില്ല, വലിയ വീടായാലും ചെറിയ വീടായാലും പ്രശ്നമൊന്നുമില്ല. God has placed you with the blessings. എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. What do you mean? The വലിയ house. നിങ്ങൾ വലിയ വീട്ടിലായിരിക്കുന്നു എന്നുള്ളതിലല്ല. In Tamil it says പെരിയ വീട്ടിൽ. തമിഴിൽ ഇങ്ങനെയാണ് അതിനെ പറയാറുള്ളത്, പെരിയ വീടെന്നാണ്. Could you kindly say someone? What is that? The Apostle Paul writes to Timothy about the വലിയ house, പെരിയ വീട്ടിൽ. What it speaks to you? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരാൾക്ക് എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ എന്താണ് വലിയ വീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ? ആരെങ്കിലും ഒരാൾ പറയാമോ? I can give you a gift, small gift. ഞാനൊരു കുഞ്ഞ് സമ്മാനം തരും. നിങ്ങൾക്ക് വേണ്ട? വേണ്ട. 1000? 1000 രൂപയായാലോ? 2000? 2000? 3000? 3000? ഞാൻ എടുത്തുക്കോ. The spiritual meaning. എന്താണ് അതിന്റെ ആത്മീക അർത്ഥം? One more chance. ഒരു പ്രാവശ്യം കൂടെ, ഒരു അവസരം കൂടെ Youth. ഇവിടെ കൊയറിലുള്ളവർക്ക് പറയാം. It's purely the real meaning of this Periya Vittil is the temple of the Lord, the house of the Lord. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് വലിയ വീടെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ആലയം എന്നുള്ളതാണ്. Amen. ആമേൻ. The church of God. ദൈവത്തിന്റെ പരിശുദ്ധ ആലയം. No matter what background we come from, ഏത് ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു പ്രയോഗം വന്നതെന്ന് എനിക്കറിയില്ല. God has placed you in the house of the Lord with a divine plan and purpose. കൃത്യമായ ഒരു കാര്യം എനിക്ക് മനസ്സിലാകും, ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയുടെയും നിയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്. Not just accidentally, incidentally that you step into the church of God. നൈമിഷികമായോ ആദർശികമായിട്ടോ നിങ്ങൾ അവിടെ എത്തിപ്പെട്ടതല്ല, കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എത്തപ്പെട്ടവരാണ് നിങ്ങൾ. Amen. ആമേൻ. Yes. The next line says, read it. രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്, പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, next, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. കൊണ്ടുള്ളവുണ്ട്.
Why this our presiding bishop brought this man, talks all wood, mud. എന്തിനാണ് നമ്മുടെ തിരുവേദി ഇങ്ങനെ? He is a friend of so many leaders and spiritual people, preachers. He brought this man talking about all rubbish. വലിയ പ്രസംഗകരും വലിയ നേതാക്കന്മാരും ഒക്കെ പരിചയത്തിലുണ്ടായിരിക്കെ ഇങ്ങനെ മണ്ണും മരവും പൊന്നും വെള്ളി ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരാളെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. Our God is He has been very faithful. They want to teach us certain things with ordinary things. വളരെ സാധാരണ കാര്യങ്ങൾ കൊണ്ട് ആഴമുള്ള ആത്മീക സത്യങ്ങൾ പഠിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതാണ് ഇത്തരം വാചകങ്ങളുടെ. He wants to bless us to understand the divine wisdom and knowledge with the ordinary simple things that was created by God. വളരെ സാധാരണ കാര്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വളരെ നേർത്ത സാധനങ്ങൾ കൊണ്ട് വലിയൊരു ആത്മീകാർത്ഥം മനസ്സിലാക്കി തരുവാനായിട്ടാണ് കർത്താവിന്റെ ഇഷ്ടം. Now you tell me, how many of you really want to be a gold in the house of the Lord? നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിൽ എത്ര പേർക്ക് ക്രിസ്തുവിന്റെ ആലയത്തിൽ ഇപ്രകാരമായിരിക്കാനായിട്ട് താല്പര്യമുണ്ട്? Gold. ക്രിസ്തുവിന്റെ ആലയത്തിൽ ഒരു പൊന്നായിരിക്കാൻ നിങ്ങൾക്ക് എത്ര Very costly. വെരി കോസ്റ്റ്ലി, വളരെ വിലയുള്ളതാണത്. 1,37,000 now. ഏകദേശം 1,30,000 രൂപയും കണ്ടാണ്. Anyone wants to be gold? ആർക്കെങ്കിലും ദൈവാലയത്തിൽ ഒരു പൊന്നായിരിക്കാൻ ആഗ്രഹമുണ്ടോ? How many of you want to be really like silver? നിങ്ങളിൽ ആർക്കാണ് ദൈവാലയത്തിൽ ഒരു വെള്ളി ആയിരിക്കാൻ ആഗ്രഹമുള്ളത്? No one? അതും ഇല്ലേ? ആർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലേ? I want to be mud. ദൈവാലയത്തിൽ ഒരു മണ്ണായിരിക്കാൻ ആർക്കാണ് ആഗ്രഹം? I want to be a clay mud. I don't want to get into any of this thing. I want to carry on my good. It's your desire. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. But God wants every one of us to be very precious in the house of the Lord. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വളരെ ഗൗരവമായി ഈ രാത്രി മനസ്സിലാക്കണം. ഓരോരുത്തരും അവരവർ വളരെ അർഹിക്കുന്ന നിലയിൽ വളരെ അമൂല്യമായി ദൈവാലയത്തിൽ ആയിരിക്കണം എന്നാണ് കർത്താവിന്റെ ഇഷ്ടം. That's the reason I would like to give a topic, the honorable vessel in the house of the Lord. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ചിന്തയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് നൽകാൻ ആഗ്രഹിക്കുന്നത്, ദൈവാലയത്തിലെ മാന്യമായ ഉപകരണം പാത്രം. You may confess and say and witness that I'm worthless and useless and unworthy. I'm not educated. I'm very small. I don't know how to sing. I don't know how to play guitar. So many reasons you could say that. ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിലും കർത്താവേ ഞാൻ കൊള്ളരുതാത്തവനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്, എന്നെ കൊണ്ടൊരു ഉപയോഗവുമില്ല, ഞാൻ മാന്യനല്ല, ഞാൻ വിലയില്ലാത്തവനാണെന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടാകും. My dear brothers and sisters, എൻ്റെ പ്രിയ സഹോദരി God സഹോദരൻ, wants you to be an honorable vessel in the house of the Lord. എന്നാൽ നമ്മുടെ വിശുദ്ധനായ ദൈവം നിങ്ങളെ തന്റെ ആലയത്തിൽ ഒരു മാന്യമായ ഉപകരണമാക്കി പാത്രമാക്കി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. Whoever comes to the house of the Lord, ദൈവാലയത്തിൽ കടന്നു വരുന്ന ഓരോരുത്തരും God has got a divine plan in your life. ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ആലയത്തിലേക്ക് വരുന്നത്. When we turn to Jeremiah chapter 18 verse 1 and 2. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, Just for your understanding, I'd like to read this. ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം Jeremiah chapter 18 verse 1. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. See, such a great, mighty, powerful prophet, God spoke to him. God has sent a message to go to the potter's house. പഴയ നിയമത്തിലെ ശക്തനായ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മഹാനായ ഒരു പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് പോകുക, അവിടെ വെച്ച് ഞാൻ നിനക്ക് ആത്മീക അരുളപ്പാട് നൽകാം. When I'm in Kerala, when God speaks to me to go to the
the chief minister's house of Kerala. ഞാൻ കേരളത്തിൽ വരുമ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, നീ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുക. Oh, what amount of joy and happiness I would have to go to CM's office. എനിക്കത് അപ്പോൾ എന്ത് സന്തോഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലാനായിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയ. With so much of expectations. വളരെയധികം പ്രതീക്ഷയോടുകൂടെ ഞാൻ അവിടേക്ക് പോകുമായി. I'm going to get this. Get it done through chief minister. ആ ഒരു ബന്ധത്തിലൂടെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് ചിലതൊക്കെ നേടാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ സ്വാഭാവികമായും ചിന്തിക്കും. But God spoke to Jeremiah to go to Potter's house. എന്നാൽ ഇവിടെ യെരമ്യാവിനോട് കർത്താവ് പറയുന്നത്, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. Jeremiah is not was an ordinary prophet. Mine is a major prophet. What things to go happen, he would say that this is what the Lord says. ഒരു സാമാന്യ പ്രവാചകനല്ല, അതിശ്രേഷ്ഠ ഗണത്തിൽപ്പെടുന്ന ഒരു മഹാനായ ഒരു പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ഒരു പേടിയുമില്ലാതെ ഒരു അർത്ഥശങ്കയുമില്ലാതെ ദൈവം അരുളി ചെയ്യുന്നത് മുഖത്ത് നോക്കി പറയുന്ന ഒരു പ്രവാചകനോടാണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞത്. Just imagine how this prophet has gone to Potter's or Kosovan വീട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്തരം ഒരു മഹാനായ മനുഷ്യനാണ് കേവലം ഒരു കുശവന്റെ അടുത്തേക്ക് പോകാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത്. After all, what is going to get it from there? ഒരു പക്ഷേ ചിന്തയിൽ ഇങ്ങനെ വന്നേക്കാം, എന്താണ് എനിക്ക് അവിടെ നിന്ന് കിട്ടാനായിട്ടുള്ളത്, നേടാനായിട്ടുള്ളത്. See the deep message that God has given to us through this passage. ഈ ഒരു ഭാഗത്ത് നിന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ആഴമുള്ള സത്യം ഇങ്ങനെയായിരിക്കും. This is the word that came to Jeremiah from the Lord. Go down to the potter's house and that I will give you my message. So I went. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. So he went down to the potter's house and saw him working at the wheel. But the pot he was shaping from the clay was mad in his hands. So the potter formed it into another pot, shaping it as seemed to best to him. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. This is how the Lord has ഇങ്ങനെയാണ് കർത്താവ് to show mercy upon his own people, Israelites, though they very many times stray from the presence of God, go away from the Lord's presence again and again and again. Very many times that he forgive them, accommodate them into his arms. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ചിത്രവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ക്രിസ്തുവിൽ നിന്ന് എത്ര അകന്നു പോയാലും ദൈവത്തിങ്കിൽ നിന്ന് ഓടി ഒളിച്ചാലും നമ്മെ വീണ്ടും വീണ്ടും ക്ഷണിച്ച് തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നമ്മെ വീണ്ടും വീണ്ടും ഉപയോഗപൂർണ്ണമാക്കി മാറ്റുവാൻ കർത്താവിന് ഇഷ്ടവും താല്പര്യവും ഉണ്ട് എന്നുള്ളതാണ് സത്യം. Amen. ആമേൻ. How many of you really follow me that with the passage? ഈ ഒരു ഭാഗവുമായി understand this. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, മനസ്സിലാക്കുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുക. Such a great wise man in the Bible, Solomon, wise man. വേദപുസ്തകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ശലോമോന്റെ കാര്യമെടുത്താലും ഇങ്ങനെ തന്നെ. Such a great wise man, God called him. ഒരു മഹാനായ ജ്ഞാനിയായ മനുഷ്യനെ ദൈവം വിളിച്ചു. He asked him to look at the ants. അവനോട് പറഞ്ഞത്, നീ ദയവായി ഉറുമ്പുകളെ നോക്കുക. What you would learn from that? ശലോമോൻ ചിന്തിച്ചിട്ടുണ്ടാകും, ഈ ഉറുമ്പിൽ നിന്ന് എനിക്ക് എന്താ പഠിക്കാനുള്ളത്? Such a great wise man. ലോകത്തിലേക്ക് ജ്ഞാനിയായ മനുഷ്യൻ എന്താണ് ഉറുമ്പിൽ നിന്ന് പഠിക്കേണ്ടത്? Such a great Johnny, he became a coney within a few seconds. ഒരു വലിയ ഉന്നതങ്ങളിലായിരുന്ന മനുഷ്യൻ ഏറ്റവും താഴെ നിലവാരത്തിലേക്ക് വരുന്ന തരത്തിൽ അവന്റെ ചിന്തകളെ മാറ്റുവാൻ. He made him to just have a look and watch how the ants are saving food during winter season and rainy season, all these things that. ആ ഉറുമ്പിൽ നിന്ന് അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്, ഓരോ കാലമനുസരിച്ച് ഉറുമ്പുകൾ തങ്ങളുടെ ജീവിതത്തെ തണുപ്പ് കാലത്തിനും വേനൽക്കാലത്തിനും അനുസൃതമായി എങ്ങനെ ജീവിതത്തെ അത് സന്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും നോക്കുവാനും കഴിയും. This is what God wants us to learn in every step of our life and walk of our life. ഈ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ നമ്മുടെ വഴികളിലും ഇത്തരത്തിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുവാനായിട്ട് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. Oh, this such a great Paul, Paul about Apostle Paul.
പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. With all his experiences that he writes to this Timothy, അവന്റെ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലയിൽ ഉണ്ടായിരുന്ന സകല അനുഭവ സമ്പത്തുമായിട്ട് ഈ ഒരു ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ about the honorable vessel in the temple of the Lord. അവൻ ആഗ്രഹവും അവന്റെ ഉള്ളിലെ വേദനയും ആഗ്രഹവും താല്പര്യവും ഇങ്ങനെയാണ്, കർത്താവേ, എനിക്ക് നിന്റെ ആലയത്തിലെ ഒരു മാന്യനായ പാത്രമായിരിക്കുവാൻ. He might have gone through very many times and meditated upon this. അവന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ക്രിസ്തുവുമായിട്ട് നേർക്കുനേർ നിൽക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ശോഭിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. But today, ഈ രാത്രിയിൽ God speaks to you. ഈ രാത്രിയിൽ നിങ്ങളെ ദൈവം Don't think that you are mud or cut or anything, wood, whatever it may be. But God has placed you in the house of the Lord. നിങ്ങൾ തടിയായാലും മരമായാലും മണ്ണായാലും എന്തോ ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ നിങ്ങളെ ദൈവാലയത്തിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കണം. As you are well aware that what are the problems that we are facing in the nation. ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനകളും സംഘർഷങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. Very many denominations. ഒത്തിരി സഭാ സ്ഥാപനങ്ങളൊക്കെ. Forget, don't worry about all those things. നിങ്ങൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട, ഭാരപ്പെടണം. But God has placed you in the temple of the Lord with His divine plan and purpose. ഒരു കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കണം, കർത്താവിന്റെ ദിവ്യ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ആലയത്തിൽ നിങ്ങളെ ദൈവം God's നിയമിച്ചത്. children, that we should inherit the promise. അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി അവകാശത്തെ പ്രാപിക്കേണ്ടതായിട്ട്. And we should live living testimony among this society. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാക്ഷികളായി നിലനിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് The സാധിക്കും. second verse it says, രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, some are noble purpose and some for ignoble purpose. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. Now you tell me, how many of you feel that your place in the house of the Lord as for the honorable, noble purpose? ഇനിയുള്ള ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങളിൽ എത്ര പേര് ദേവാലയത്തിൽ മാന്യമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരാണ്? Like gold, silver, wood, whatever you feel like. നിങ്ങൾ പൊന്നായാലും വെള്ളിയായാലും മണ്ണായാലും മരമായാലും ദൈവം നിങ്ങളെ മാന്യകാര്യത്തിനാണോ ആലയത്തിലാക്കി വെച്ചിരിക്കുന്നത്? How many of you? നിങ്ങൾ എത്ര പേര് അങ്ങനെയാണ്? You don't belong to any category? നിങ്ങൾ ഒന്നിലും പെടാത്തവരാണെന്നുള്ളത് You want to be very alone, safe? നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് തനിയെ ഇരിക്കുന്നവര്, വളരെ സുരക്ഷിതരായിരിക്കുന്നവര്, അങ്ങനെയാണോ? Come on. പറയൂ. Want to be gold? You have to undergo a lot of process to purify your gold. ഒരു പൊന്നായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം കൂടെ ഓർക്കണം, അത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. How many of you would say that no, I want to be very simple, humble, this I don't want to get into that, so many this thing, this is my life. ഞാൻ ആലയത്തിൽ ഇങ്ങനെയൊന്നും ആകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഇടപെടാൻ താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരും നിങ്ങളിൽ കാണും ചിലരെങ്കിലും. Whether you are rich or poor, നിങ്ങളൊരു പാവപ്പെട്ടവനോ പണക്കാരനോ ആയിരുന്നാലും, whether you are high or low, നിങ്ങളൊരു ഉയർന്നവനോ താണവനോ ആയാലും, whether you are white or black, നിങ്ങളൊരു വെളുത്തവനോ കറുത്തവനോ ആയാലും, God has chosen us to be His children and to be His servants. നിങ്ങൾ ദൈവം തന്റെ ആലയത്തിൽ മക്കളാക്കി അവന്റെ ശുശ്രൂഷകരാക്കി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. Amen. ആമേൻ. To witness for the glory of God, I like to say about my life. കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുന്നതിനാണ് ഞാൻ നിൽക്കുന്നത്. Because I feel like to share when we read the passage in deep. ഈ ഒരു ഭാഗം ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് എനിക്കിത് പറയാതെ പോകാൻ സാധിക്കില്ല. Very many times I feel unworthy when I stand in the presence of God with the kings and saints of God. ക്രിസ്തുവിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷകളിലായിരിക്കുന്ന വലിയ മനുഷ്യരുടെ മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ കാണുന്നത്, കർത്താവേ, ഈ അയോഗ്യനായ എന്നെ നീ എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. Whether Evangelical Church of India, CSI or CNI or any denomination,
ഏതൊരു പ്രസ്ഥാനത്തിലായാലും CSE ആയാലും ഇവാഞ്ചലിക്കൽ ആയാലും CNA ആയാലും ഏതൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്ക് ഒരു ചിന്ത വരാറുണ്ട്. But God made us no honorable vessel in the temple of the Lord. That's it. ഈ ഭാഗം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കർത്താവ് എന്നെ ഒരു ബലഹീനനായ എന്നെ ഒരു മാന്യകാര്യത്തിനായി ശ്രേഷ്ഠനായി നിയമിച്ചാക്കിയിരിക്കുന്നു. I born and brought up from the Orthodox Hindu family from Tanjore. തഞ്ചാവൂരിലെ ഒരു വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. My father was Hindu priest of the temple. ഒരു ക്ഷേത്ര ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളുടെ മകനാണ് ഞാൻ. My mother from the Lutheran and later on with the Church of South India. എൻ്റെ മാതാവ് ഒരു ലൂതറൻ സഭാംഗമായിരുന്നു. പിന്നെ പതിയെ ഞങ്ങൾ CSIയിലേക്ക് മാറുകയുണ്ടായി. My wife from here nearby Marthandam. They're all from the Nesamani families. നിങ്ങൾക്കൊക്കെ ചിലർക്ക് അറിയാവുന്ന പോലെ മാർത്താണ്ഡത്തെ ഒരു പ്രമുഖ കുടുംബമായ നേശമണി ഫാമിലിയിലെ അംഗമാണ് എൻ്റെ ഭാര്യ. I never ever imagined my life that I would carry the word of God and preach the word of God and serve the great, loving and living God. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കറുത്ത പുസ്തകം കയ്യിലേന്തി ഇങ്ങനെ അനേകരുടെ മധ്യ നിൽക്കുമെന്നോ ദൈവിക ശുശ്രൂഷയിലായിരിക്കുമെന്നോ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ച കാര്യമല്ല. When I was 7-8 years, ഏകദേശം എനിക്ക് 7-8 വയസ്സ് പ്രായമുള്ളപ്പോൾ in the village, remote village, people used to call me. എൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആൾക്കാർ എന്നെ വിളിക്കുമായിരുന്നു. Simply they called me pastor. അവരെ എന്തുകൊണ്ടോ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങി. Everybody laughs at this. They say. എല്ലാവരും അത് ആവർത്തിക്കാനും അത് അനുകരിക്കാനും തുടങ്ങി. In my 12th year, എനിക്ക് 12 വയസ്സായപ്പോൾ that time I had a desire, only desire, small ആസ, ചിന്ന ആസ. ഒരു ചെറിയ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ പതിയെ 12 വയസ്സിൽ. When I was doing my 7th grade, I think so. Yes. ഏകദേശം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്നാണ് എൻ്റെ ചിന്ത. Whenever the pastor Achan comes with a motorbike with the cassette, എൻ്റെ ഭവനത്തിലേക്കോ ഞാൻ കാണുന്നപ്പോഴോ എൻ്റെ അടുത്ത് ഈ ഒരു ഫുൾ കുപ്പായൊക്കെ ഇട്ട് അച്ഛന്മാർ വരുന്ന സമയത്ത് in the remote village, you know, we all village guys. ഒരു പാവപ്പെട്ട വളരെ ചെറിയ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ, പാവപ്പെട്ട മനുഷ്യരാണ്. I had a small desire to touch. എനിക്ക് ആ ഒരു കുപ്പായത്തിൽ തൊടാനുള്ള ഒരു താല്പര്യം എന്നിലുണ്ടായി. You know why? എന്തിനാണെന്ന് അറിയാമോ? I'll get a first rank in the school. എനിക്ക് സ്കൂളിൽ ഞാൻ എപ്പോഴും ഒന്നാമനായിരുന്നു. I will not get any sickness. എനിക്ക് അസുഖം വരാതിരിക്കാനല്ല. There's some other reason. Those days in the small age, I had the desire. ഈ കൊച്ചു പ്രായത്തിൽ വേറെ ഒരു ഉദ്ദേശത്തോടെ അല്ല ഞാൻ അതൊക്കെ ചെയ്തത്. ഞാൻ ഒരു എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് I don't know why that God is today. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നതും ദൈവത്തിന്റെ ദിവ്യ വിചാരണയിലാണ്. I'm privileged to anoint very many Achans to serve the Lord. എന്നെ ദൈവം ബലഹീനനായ എന്നെ അനേക വിശുദ്ധന്മാരെ അച്ഛന്മാരെ ഇങ്ങനെ അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കാക്കി അയക്കുവാൻ എന്നെ ദൈവം ബലപ്പെടുത്തി. But our ultimate purpose is to enter into heaven. How many of you have the desire that? ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതൊന്നുമല്ല, സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തുകയാണെന്നുള്ളതാണ്. അത്തരത്തിൽ എത്ര പേർക്ക് ഈ രാത്രിയിൽ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? എത്ര പേർക്ക് ഇഷ്ടമുണ്ട് സ്വർഗരാജ്യം? സ്വർഗമേ വേണ്ട എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? സ്വർഗമേ വേണ്ട എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? You want to be in this place? What is the name? Milas. You want to be here only? നിങ്ങൾക്ക് ഈ മൈലസിൽ തന്നെ ആയിരിക്കാനാണോ ആഗ്രഹം? Whether you like it or not, that God will take you in the right time. നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൂടാമെങ്കിലും നിങ്ങളെ കൃത്യമായ സമയത്ത് ഇവിടെ നിങ്ങളെ കൊണ്ടുപോകും. But our ultimate purpose is to inherit the eternity. നിത്യതയെ അവകാശമാക്കുക, അവിടെ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ആമേൻ. Say amen. ഹല്ലേലൂയ. ആമേൻ. Yes. God respect your He honors your willingness, your good heart. ദൈവം നിങ്ങളെ മാനിക്കുന്നുണ്ട്, അവൻ നിങ്ങളെ ആദരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇഷ്ടത്തെ കർത്താവ് ബഹുമാനിക്കുന്നു. Again, if I ask the same question now, വീണ്ടും ഞാൻ അതേ ചോദ്യം തന്നെ ആവർത്തിച്ചാൽ,
How many of you want to be a gold, silver, mud or wood? നിങ്ങൾ എത്ര പേർക്ക് പൊന്നാകുവാനും വെള്ളിയാകുവാനും മണ്ണാകുവാനും മരമാകുവാനും ദൈവാലയത്തിൽ ആഗ്രഹമുണ്ട്? God has placed every one of us as Achan, a Trimeni, a leader, a vice president, a secretary, a youth leader, a women's secretary, whoever may be. For the divine plan and purpose that God brought us together. നിങ്ങളുടെ ദൈവം ഓരോരുത്തരെയും ചിലരെ തിരുമേനിയായി, അച്ഛനായി, ശുശ്രൂഷകരാക്കി, സെക്രട്ടറിയായി, പ്രസിഡന്റാക്കി ഒക്കെ നിയമിച്ചാക്കിയിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വ്യത്യസ്ത തലത്തിലായിരുന്നവരെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നിരിക്കുക. Whether we have a big church or small church, വലിയ പള്ളിയായാലും ചെറിയ ആലയമായാലും, all the very precious souls are very, very, very valuable in the sight of the Lord. പക്ഷേ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ വളരെ വിലയുള്ളവരാണ് എന്നുള്ളതാണ് സത്യം. How many of you believe this? ആർക്കൊക്കെ ഇത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? You may think that I'm very poor. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കർത്താവേ ഞാൻ തീരെ ചെറിയവനാണ്, I'm useless, ഞാൻ ഒരു I പ്രയോജനമില്ലാത്ത, don't have talents. എനിക്ക് ഒരു കഴിവുമില്ലല്ലോ. Am I worthy to be in the house of the Lord? കർത്താവേ ഞാൻ നിന്റെ ആലയത്തിലായിരിക്കത്തക്ക വിധം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? Don't worry. ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടണ്ട. God is seeing your inner heart. നിങ്ങളുടെ ഉള്ളിനെ കൃത്യമായി കാണുന്ന ഒരു കർത്താവ്. You are part and parcel of this temple of the Lord. കർത്താവ് പൗലോസ് ഇങ്ങനെ ഈ ദൈവാലയത്തെ പറ്റി പറയുമ്പോൾ, under the leadership of our beloved presiding bishop George Ifanaya, നിങ്ങളുടെ ഈ സഭ അഭിവന്ദ്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ, that is a plan and purpose in my അതും life. ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ്. With all these things, when it comes to our mind, ഇവയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ, can we read 21 verse? 21 വാക്യം നമുക്കിങ്ങനെ വായിക്കാം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം മാനപാത്രമായിരിക്കും. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും no matter what background you come from, നിങ്ങൾ എവിടെ നിന്ന് ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരെന്നുള്ളത് വിഷയമല്ല. yes, whether you are small or rich, big or small, നിങ്ങൾ ഒരു വലിയവനോ ചെറിയവനോ പാവപ്പെട്ടവനോ പണക്കാരനോ ആകട്ടെ, whoever may be, നിങ്ങൾ ആരായാലും, even Achanmar, Tirumeni, whoever may be in the sight of God, in the temple of the Lord, അച്ഛനോ തിരുമേനിയോ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവരാരായാലും, we should be sanctified by the blood of Jesus Christ. ഒരു കാര്യം വളരെ കൃത്യമായി സംഭവിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. Amen. Amen. Some says that I saved on such and such a date, such and such a year, from such and such a background. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ഇന്ന കാലത്ത് ഇന്ന സമയത്ത് ഇന്ന വർഷത്തിൽ ഞാൻ ഇന്ന സാഹചര്യത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിലർ പറയാറുണ്ട്. It's good. നല്ല കാര്യം. But we need to be sanctified every minute, every second. എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരായി. അങ്ങനെ സാധ്യമാണോ അത്? How many of you believe that it's possible? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വിശുദ്ധീകരണം സാധ്യമാണെന്ന്? Anything happens, anything goes. Why I should worry about all this? I have so much of worries in my this thing. I have a personal agenda. Oh, you people are talking all rubbish. This cassette and you're boring us. You're wasting our time. അത് അങ്ങനെ ആകട്ടെ ഇങ്ങനെ ആകട്ടെ, അതൊക്കെ സംഭവിക്കട്ടെ, എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇതിനിടയ്ക്ക് ഇതൊക്കെ എന്തിനാണ് ആലോചിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? My humble request, every one of you, from big people or small cuties, I touch in the name of the Lord. I feel that I request you, what experience I had in the name of the Lord, I'm sharing with you all this. എൻ്റെ ഒരു അനുഭവമാണ്, എൻ്റെ ദൈവാനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വലിയവരായാലും ചെറിയവരായാലും കൊച്ചുകുട്ടികളായാലും ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. I may say that I'm so and so, having so many dioceses, so many pastors, so many institutions, this, that, everything. എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, എൻ്റെ കീഴിൽ ഇത്ര അധികം പ്രസ്ഥാനങ്ങളുണ്ട്, ഡയോസിസ് ഉണ്ട്, എൻ്റെ കീഴിൽ പാസ്റ്റേഴ്സ് ഉണ്ട്, അച്ഛനുണ്ട്. അതൊന്നും അല്ല നമ്മുടെ വിഷയം. But on the day of judgment, എന്നാൽ ന്യായവിധിയുടെ നാളിൽ, when God, Jesus stands there, if I say that I'm Satyakumar, so and so, very sorry, my dear son, I do not know who you are.
ന്യായവിധിയുടെ നാളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്ന് ഞാൻ സത്യകുമാറാണ് ഇന്നതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പ്രയോജനമില്ല മകനെ എന്ന് കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ? That's it. My life is totally ruined. ഞാൻ നേടിയതും എൻ്റെ ജീവിതവും അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. It's a very sensitive subject that we need to realize, understand today. വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ ആഴത്തിലുള്ള ഒരു സത്യമാണ് ഈ രാത്രിയിൽ You need ഞാൻ to be നിങ്ങളോട് sanctified by the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ നിത്യമായ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും വേണം. Number 2, we should be sanctified by the word of God. രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിന്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. Number 3, we need to be sanctified by this Holy Spirit. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വിശുദ്ധ ആത്മാവിനാൽ നാം വിശുദ്ധീകരിക്കപ്പെടണം. Amen. ആമേൻ. Do you agree with me? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? I'm thinking another way. Since I come from this Hindu background, with the first generation, I'm thinking maybe I'm wrong in my statement. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ? പ്രത്യേകിച്ച് ഞാനൊരു വേറൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന മനുഷ്യനായതുകൊണ്ട് അങ്ങനെയാണോ? Are you all right? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? Our Valli Tirumeni told me, shared with me a lot of things about your good faith and you're the pillars of the churches of St. Thomas Evangelical. നിങ്ങളുടെ തിരുമേനി നിങ്ങളെ പറ്റി കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഭയുടെ ഈ ദേശത്തിൻ്റെയൊക്കെ നിലനിൽപ്പും ഈ നിങ്ങളുടെ അധ്വാനവും നിങ്ങൾ എത്രത്തോളം നിർണായകമാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. How many of you really love this man of God? നിങ്ങൾ എത്ര പേര് ഈ തിരുമേനിയെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നും ഞാൻ ചോദിക്കുകയാണ്. നേശിക്കണോ ഇഷ്ടപ്പെടണോ? എത്ര പേര്? നിങ്ങൾക്ക് എത്ര പേർക്ക് തിരുമേനി? Wow, you are very, very, very bad people. How many of you really loves Jesus? How much do you love Jesus? നിങ്ങൾ എത്ര പേര് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്? Very clever, very smart people. നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. When I ask the second time, how many of you really loves your leader, our Valli Tirumeni? നിങ്ങൾ എത്ര പേര്, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് നമ്മുടെ തിരുമേനിയെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്? How many of you really loves Jesus? വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്? വേറെ വഴിയില്ല. No other way. He's head of the church. നമ്മുടെ തിരുമേനി നമ്മുടെ സഭയുടെ പിതാവാണ്. He's head of the entire universal churches. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ്. Amen. ആമേൻ. What a privilege we have, my dear brothers and sisters, today. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് എത്രത്തോളം വലിയൊരു We are not worshiping the idols. നമ്മൾ കേവലമായിട്ടുള്ള ചില സംഗതികളെ ആരാധിക്കുന്നവരല്ല. Made by men and women. മനുഷ്യരാൽ നിർമ്മിതമായ വസ്തുക്കളെ ആരാധിക്കുന്നവരല്ല. We are worshiping, adoring the great, loving and living God on the earth. ഈ പ്രപഞ്ചത്തിലെ സ്നേഹവാനായിട്ടുള്ള സമ്പൂർണനായിട്ടുള്ള ഒരു മഹത്വപൂർണമായ ദൈവത്തെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ് നമ്മൾ. Let us come to the third part. I'm concluding, don't worry. I'm not going to take much time. നമ്മൾ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ കാര്യം. Yes. So, some for noble purpose, I said some for ignoble purpose. നമ്മൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ചിലത് മാന്യ കാര്യത്തിനും ചിലത് ഹീന കാര്യത്തിനും ഉപയോഗിക്കുന്നു. Once upon a time, about 55 years back, I remember that I was unworthy. ഏകദേശം 55 വർഷം മുമ്പ് ഒരു കാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ യാതൊരു പ്രയോജനം ഇല്ലാത്തവനായിരുന്നു. From such background that God has chosen me and He made me worth to serve Him. അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എന്നെ ദൈവം തിരഞ്ഞെടുത്ത് യോഗ്യനാക്കി അവന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. Please follow me. Very, very small. Kindly give a concentration on this. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. I'm going to conclude this. ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. In such situation that God wants everybody. You may think that you are unworthy, but God wants to make it worthy to serve Him. ആ ഒരു സംഗതിയുടെ ഓർമ്മയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഞാൻ പ്രയോജനമില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗപൂർണരാക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കും. Now He made me a noble
purpose that God has placed me in the house of the Lord. കർത്താവേ, നിന്റെ ആലയത്തിൽ എന്നെ ഒരു മാന്യകാര്യത്തിനായി നീ നിയോഗിച്ചാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. See this mic, all systems, it's very useful and meaningful place in the house of the Lord. കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യേകിച്ചും ആലയത്തിലൊക്കെ വരുന്ന സമയത്ത് ശുശ്രൂഷയ്ക്ക് ഈ മൈക്കും ഈ സംവിധാനങ്ങളും ഒക്കെ ഏറെ പ്രയോജനമുള്ളതാണ്. This is made by carpenter as a pulpit. ഏതെങ്കിലും ഒരു ആശാരി ഇതിനെ ഒരു പുൽപിറ്റ് ആയിട്ട് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. But God, see how God is honored very much and placed in the presence of the Lord in an altar. എന്നാൽ ഈ ഒരു സംഗതിയെ ഇങ്ങനെ ആലയത്തിൽ കൊണ്ടുവന്ന് ഇത്തരമൊരു ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് ഉപയോഗക്ഷമമാകുന്നത്, ഒരു മാന്യമായി മാറുന്നത്. So it is called a pulpit. അങ്ങനെയാണ് ഇതൊരു പുൽപിറ്റായി മാറുന്നത്. അങ്ങനെയാണ് പുൽപിറ്റ് നമ്മൾ വിളിക്കുന്നത്. Do you know the meaning of the pulpit? നിങ്ങൾക്കറിയാമോ പുൽപിറ്റ് എന്നതിൽ എന്താണ് അർത്ഥമെന്ന്? We are our pastors of Achans. We are all theologians. We are aware of that. I would like to encourage you, motivate you. You know what is the real meaning of this pulpit? ഒരുപക്ഷെ അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ ഇതിനെപ്പറ്റി അറിവുള്ളവരായിരിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, എന്താണ് പുൽപിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. Any special gift I can give? വീണ്ടും എൻ്റെ കയ്യിൽ സമ്മാനങ്ങളുണ്ട്, ഞാൻ തരാം. Don't think that I'm giving just because I'm rich. Not that. To motivate you, to encourage you. ഞാൻ എൻ്റെ കയ്യിൽ ധാരാളം ഉള്ളത് കൊണ്ടല്ല, നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. I need a spiritual meaning of the pulpit. ഈ പുൽപിറ്റ് എന്ന പദത്തിന്റെ ഒരു ആത്മീകാർത്ഥം ആർക്ക് പറയാൻ സാധിക്കും? Anyone from the congregation? ഇവിടെ എന്റെ മുമ്പിലായിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? Any young boys and girls? Youth? ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും? Come on. ആരെങ്കിലും അറിയില്ല? അറിയില്ല. ഞാൻ സംസാരിക്കുന്നു, ഗിഫ്റ്റ് ഞാൻ എടുത്തുക്കോ. Pulpit is just pull a person from the pit. പുൽപിറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു മനുഷ്യനെ കൈപിടിച്ച് കുഴിക്കകത്ത് നിന്ന് കയറ്റുക എന്നുള്ളതാണ്. Those who are in a very bad life, wicked life, drinker life, so many situations they live in already in a very bad situation. ചിലപ്പോഴെങ്കിലും ചില മനുഷ്യര് ജീവിതത്തിന്റെ മോശാവസ്ഥയിൽ ക്ലേശകരമായ സാഹചര്യത്തിൽ വളരെ തോൽവിയുടെ അനുഭവത്തിലൊക്കെ നിൽക്കുന്ന മനുഷ്യർ അതിൽ നിന്ന് കൈപിടിച്ച് കയറ്റുക എന്നുള്ളതാണ് പുൽപിറ്റ് എന്ന It is our bounden duty to spread the gospel and tell them the good news and bring a person from the pit unto Christ, our Lord Jesus. എൻ്റെ മേൽ ഇങ്ങനെ നിർബന്ധപൂർവമായി ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ഈ സുവിശേഷം യാതൊരു തടസ്സവുമില്ലാതെ പ്രസംഗിച്ച് മനുഷ്യരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. This is where God has brought me from the very non-Christian life to this. That's I'm witnessing for the Lord. ഞാൻ ഈ നാളുകളിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുമ്പോൾ എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എന്നെ ദൈവം പിടിച്ചുകൊണ്ട് വന്നത് ഇത്തരം ഒരു ദൗത്യത്തിനായിട്ടാണ് എന്ന് ഞാൻ വളരെ ഭംഗിയായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. Amen. Amen. So this is the real meaning of the pulpit. When you ask chief minister or politicians, wow, if you give them the book, they preach well. They speak anything with their knowledge. നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ വലിയ നേതാവിനോ ഈ ഒരു പുസ്തകം കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഭംഗിയായി അവർക്ക് ഏത് വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ സാധിക്കും, അവരത് ചെയ്തേക്കാം. They are very, very, very shrewd and very smart than our Christian leaders. വളരെ മിടുക്കരും വളരെയധികം സൂത്രക്കാരുമാണ് അവര്, നമ്മളെക്കാൾ വളരെ മിടുക്കരാണ് അവര്. But God wants you and me to bring a person unto Christ. എന്നാൽ കർത്താവ് എന്നെയും നിങ്ങളെയും പറ്റി ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. For the very, very purpose that God has chosen these great saints of God. ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം വിളിച്ചതിന്റെ പുറകിൽ ആ ഒരു ഒറ്റ കാര്യം മാത്രമേ. All the Achans ഈ ഇവിടെ ഇരിക്കുന്ന വൈദികര് to serve our great God. ആ ഒരു മഹത്തായ ദൈവത്തെ, ശ്രേഷ്ഠനായ ദൈവത്തെ ആരാധിക്കുക, അവനെ സേവിക്കുക. To lead the people unto Christ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരും. Amen. ആമേൻ. So first number one, we should not forget in our lifetime that whether it's noble or ignoble, is the owner, is the head of the church, is the boss for everybody.
ഒന്നാമത്തെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. മാന്യകാര്യത്തിനായാലും മറ്റ് ഹീനകാര്യത്തിനായാലും അവനാണ് നമ്മുടെ നേതാവ്, അവനാണ് നമ്മളെ വിളിച്ചത്. Whether you're small or big, but God wants you, my dear brother and sister, today. നിങ്ങൾ വലുതായാലും ചെറുതായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നിങ്ങൾ ദൈവത്തിന്റെ God has made you the സന്നിധിയിൽ pillars of the church. നിങ്ങളെ ദൈവത്തിന്റെ സഭയിലെ ഓരോ തൂണുകളാക്കി That is the faith I have. ആ ഒരു വിശ്വാസമാണ് How many of you feel that I'm the pillar of the church? നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്? I'm part of this church, part of this church, body of the church. നിങ്ങൾ എല്ലാവരും ഈ സഭയുടെ ഭാഗമാണ്, ദൈവാലയത്തിന്റെ ഭാഗമാണ്. നിങ്ങളിൽ എത്ര പേര് ദൈവാലയത്തിൽ ഒരു തൂണായി പ്രവർത്തിക്കുന്നു? Amen. ആമേൻ. Then there is a question whether it's how you are going to live on this earth, whether you are going to want to be a sanctified vessel. തുടർന്ന് അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ആ ചോദ്യം ഇങ്ങനെ തുടരുകയാണ്. നിങ്ങൾക്ക് ദൈവാലയത്തിൽ ഒരു ഉപകരണമായിരിക്കുമ്പോൾ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? Useful vessel, ഒരു പ്രയോജനകരമായ അവസ്ഥയിലായിരിക്കാൻ a സാധിക്കും. prepared vessel. നിങ്ങളെ തന്നെ ഒന്ന് ഒരുക്കി അതിനുവേണ്ടി ആക്കുവാനായിട്ട് ശ്രമിക്കുക. When we get through all the process, that we need to understand, first of all, whether people recognize me or not, whether people love me or not, but I'm a child of God. ഈ പ്രക്രിയയുടെ ഭാഗമായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ടോ, അവരെന്നെ മാനിക്കുന്നുണ്ടോ എന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെന്ന് മാത്രം നിങ്ങൾ ഓർത്ത് Some മുന്നോട്ട് people പോകും. think that just I'm living on this earth for some certain period, stipulated period, just like born and live and dead and gone, like the people are thinking. ചില മനുഷ്യരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കുറച്ചധികം വർഷങ്ങൾ ഞാൻ ഭൂമിയിൽ ജീവിക്കും, അതിനുശേഷം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭൂമിയിൽ നിന്ന് മരിച്ച് ഞാൻ അവസാനിക്കും. The worldly people, they say that whatever the things happen in my life, it's all called vidhi, fate. ചിലപ്പോഴെങ്കിലും ചില മനുഷ്യർ പറയാറുണ്ട്, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വിധിയാണെന്നുള്ളത്. നിങ്ങൾ അറിയോ വിധി? നിങ്ങൾക്കറിയാമോ വിധി എന്നുള്ളത്? ലലാത്തെ നികിതാ രേഹം പരിമാഷ്ടം നസക്യതേ. Whatever the things written on our forehead, it will not be wiped away. നിങ്ങളുടെ തലയിൽ എഴുതിയിരിക്കുന്ന ഒന്നും അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റൂല എന്നുള്ള ഒരു വിശ്വാസമുള്ളവരുണ്ട് ഒരു കൂട്ടം. This is the faith of the worldly people. അത് ക്രിസ്ത്യാനികളല്ലാത്ത ചില മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. As you are the children of God, എന്നാൽ ദൈവത്തിന്റെ മക്കളായി anything happens in my life, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന it is the will of God. ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഇഷ്ടമാണ്. Amen. ആമേൻ. How many of you have that such a faith that അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഉള്ളിലുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എത്രയോ question I'm asking, so many questions I'm asking. If people are keeping quiet, very gently or in a comfort zone, നിങ്ങൾ വളരെ സുഖകരമായി, ഞാനൊരു ഒത്തിരി ചോദ്യം നിങ്ങളോട് ചോദിച്ചു, എല്ലാവരും അങ്ങനെ ഇരിപ്പുണ്ട്. very good people. നിങ്ങൾ നല്ലവരാണെന്ന് God, Jesus loves you, my dear. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ But സ്നേഹിക്കുന്നത്. Jesus wants you to be holy vessel from today onwards. ഈ ഒരു രാത്രി മുതൽ നിങ്ങൾ ദൈവാലയത്തിലെ ഒരു വിശുദ്ധ ഉപകരണമായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. You should feel sometimes the guilty that what mistakes, what sin you have committed in your day-to-day life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകൾ, ചെറിയ പരിമിതികൾ, കുറവുകൾ, ബലഹീനതകളൊക്കെ according to the age. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്. But one thing, make sure when you confess and surrender your life to the Lord, ask for forgiveness, He show favor upon you. നിങ്ങൾ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടുകൂടെ പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ വീണ്ടും നീ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മടങ്ങി വരുമ്പോൾ കർത്താവ് immediately you should have a word of prayer saying that, Lord, sanctify me, my body, my mind and thoughts and deeds. ഒരു മഹത്തായ പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ നീ എൻ്റെ ചിന്തകളെ, എൻ്റെ മനസ്സിനെ, എൻ്റെ തലയെ, എൻ്റെ ബുദ്ധിയെ എല്ലാം നീ ഒന്ന് വിശുദ്ധീകരിക്കണം. Lord, fill me with thy word. നിന്റെ വചനം കൊണ്ട് അവയെ നിറയ്ക്കണമേ. Lord, fill me with thy Holy Spirit. നിന്റെ ആത്മാവിനാൽ എന്നെ ഒന്നുകൂടെ ഒന്ന് നവീകരിക്കണം. When these three takes control over your life, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ you are able to live as a very useful vessel in the house of the Lord. നിങ്ങൾക്ക് തീർച്ചയായും ദൈവാലയത്തിൽ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഉപയോഗപൂർണമായ ഒരു And then you should be a useful vessel in the house of the Lord. നിങ്ങൾക്ക് അങ്ങനെ ദൈവാലയത്തിൽ ഒരു ഉപയോഗപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. How many of you really very useful to Achan, to Trimeni, in the house of the Lord? ദൈവാലയത്തിൽ ദൈവിക ശുശ്രൂഷയ്ക്ക്, തിരുമേനിക്ക്, അച്ഛന്മാർക്ക് നിങ്ങളിൽ എത്ര പേർ പ്രയോജനപ്പെടുന്നുണ്ട്?
My Achan is very soft Achan, very nice Achan. How many of you say that? നിങ്ങളുടെ എത്ര പേര് നമ്മുടെ അച്ഛൻ വളരെ പാവമാണ്, നല്ല മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നുണ്ട്? Okay. My dear brothers and sisters, എൻ്റെ പ്രിയ സഹോദരി God സഹോദരൻ, wants you to be ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു useful vessel in the house of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു Immediately you would say ഉപയോഗം. that I don't know how to sing. With God has given the talent, you should use it for God's glory. നിങ്ങൾക്ക് ചിലർക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവത്തിന്റെ ആലയത്തിൽ അത് ചെയ്യണം. They all committed their youngsters. Amma is also old. Good. That all unite together. They are using their talents for the Lord. ഇവിടെ ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ള മാതാക്കളുണ്ട്. അവരൊക്കെ ഈ അവരുടെ ശുശ്രൂഷകൾ, അവരുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. Your money, your vehicle, your house, whatever the Lord has blessed you, it should be useful for God's kingdom. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തായാലും നിങ്ങളുടെ ഭവനമായാലും നിങ്ങളുടെ കയ്യിലുള്ള വാഹനങ്ങളായാലും ഏതൊരു സാധനമായാലും ദൈവിക ശുശ്രൂഷയ്ക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കും. Some people say that, sir, I go to church, I don't disturb even pastor. ചിലർ പറയാറുണ്ട്, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ അവിടുത്തെ അച്ഛനെ പോലും ഞാൻ എന്ത് ചെയ്യാറില്ല, ശല്യപ്പെടുത്താറ്. I don't trouble him. ഞാൻ ഒരു പ്രശ്നത്തിനും I പോകാറില്ല. never get into politics. ഞാൻ സഭയ്ക്കകത്തുള്ള യാതൊരു തരത്തിലുള്ള തർക്കങ്ങളിലും ഏർപ്പെടാറില്ല. Simply I go there, ഞാൻ അവിടെ പോകും, I put my offering എൻ്റെ സ്തോത്ര കാഴ്ചയിടും, and get blessings എനിക്ക് എൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കും, and go out very peacefully. വളരെ സമാധാനത്തോടെ ശാന്തമായി ഞാൻ അവിടെ വിട്ട് മടങ്ങും. Is it good? നല്ലതാണോ അത്? That is one category. You should maintain your relationship with God. നിങ്ങൾ അതുകൊണ്ട് നിർത്തരുത്, നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ You തുടരണം. should be sustained with your relationship with brothers and sisters in നിങ്ങൾ അവിടെയുള്ള ചുറ്റുമുള്ള സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുവാനായിട്ട് Just ശ്രമിക്കണം. imagine, realize that you are useful in the house of the Lord. ഈ രാത്രിയിൽ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ ദേവാലയത്തിൽ ഉപയോഗപൂർണരാണോ? If you are not, നിങ്ങൾ അങ്ങനെയല്ല, if you are not, നിങ്ങൾ അല്ല എങ്കിൽ so far so many days and years had gone, കുറെ കാലവും സമയവും ദിവസവും ഒക്കെ വിട്ടുപോയി. don't worry about that. അതിനെപ്പറ്റി ചിന്തിക്കും. Today is the day. ഈ ഒരു രാത്രി, ഈ ദിവസം Commit your life unto the Lord. നിങ്ങളുടെ ജീവിതത്തെ On this special convention, ഈ ഒരു മഹത്തായ കൺവെൻഷന്റെ ഈ രാത്രി keep your hands in your hearts. നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങളുടെ കരത്തെ ചേർത്ത് വെച്ച് Just for a moment, ഒരൊറ്റ നിമിഷത്തേക്ക്, കുറച്ച് Lord, സമയത്തേക്ക് have mercy upon me. ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നോട് കരുണ Lord, make me useful for the church. കർത്താവേ, എന്നെ നിന്റെ സഭയ്ക്ക് ഉപയോഗമാക്കി Useful, മാറ്റണമേ. make me useful to the society. നിങ്ങളുടെ ഈ ഒരു പ്രദേശത്തിന്, ഈ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ ഉപയോഗമാക്കണം. You make me useful for the needy and poor and broken people, sick people. കഷ്ടപ്പെടുന്നവർക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് എന്നെ പ്രയോജനപ്പെടുത്തണമേ കർത്താവേ. Amen. ഹല്ലേലൂയ. This is what God expects from you and me from today onwards in the house of the ഈ Lord. നിമിഷം മുതൽ കർത്താവ് എന്നെയും നിങ്ങളെയും പറ്റി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലായി മാറണമെന്നാണ്. When Nathan will ask Andrew, if I come to church, what do I get in Nazareth? ചിലപ്പോഴൊക്കെ ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ഞാൻ സഭയിൽ വന്നാൽ എനിക്ക് എന്താണ് കിട്ടുക? I think Gospel John chapter 2 verse 42, I think, about Nathanael. About Nathanael? നഥാനിയേലിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. What do I get if I come to church? ചിലപ്പോഴെങ്കിലും ആ നഥനിയേലിനെ പോലെ എനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ചിന്ത It's നമുക്കുണ്ടാകും. very common questions from the non-Christians family today. വളരെ സാധാരണമായിട്ടുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമാണത്. Generally people ask this question. വളരെ പൊതുവായി ആൾക്കാർ ചോദിക്കാറുള്ള ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം Yes. 46, I think. Sorry, chapter 1 verse 46. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം. അവനോട് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. വന്ന് കാണുക. വന്ന് കണ്ടു. വന്ന്, first of all, is our duty to bring people unto Christ, unto the church. Just inform the people to invite them to the church. നമ്മുടെ ഒരു ജോലിയാണ്, നമ്മുടെ ഒരു ശുശ്രൂഷയാണ് ആൾക്കാരെ ക്ഷണിക്കുക എന്നുള്ളത്.
You don't need to preach very big message. നിങ്ങൾ വലിയൊരു സന്ദേശമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. You should say one word. ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പറയാം, Come വരിക, and see the glory of God. കർത്താവിന്റെ മഹത്വം വന്ന് It's our duty to bring a soul unto Christ. നമ്മുടെ ഒരു ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് ചില മനുഷ്യരെ ദൈവാലയത്തിലേക്ക് The Lord will fulfill the desire of that person. ആ ഒരു മനുഷ്യന്റെ പ്രത്യേകമായ ആവശ്യം എന്താണെന്നുള്ളത് കണ്ട് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മാത്രമേ He will സാധിക്കൂ. take the rest. കർത്താവ് ബാക്കിയുള്ള കാര്യം ചെയ്തോളൂ. How many of you believe that? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? You should be useful for the church today. നിങ്ങൾ കർത്താവിന്റെ ആലയത്തിന് You don't need to give a പ്രയോജനമുള്ളവരാണ്. big message. നിങ്ങൾ ഒരു വലിയ പ്രസംഗമൊന്നും ചെയ്യേണ്ട You should കാര്യമില്ല. go meet the non-Christians, say that it is a commandment of God to you to say that you come to the church. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾ വന്ന് കാണുക ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. Shall we do that? ചെയ്യാമോ അത്? When we do that sincerely, നിങ്ങൾ അത് ആത്മാർത്ഥമായി it ചെയ്യുമ്പോൾ is all written there in our book in heaven. സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ഇതൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? This is what God, Jesus expressed from us. ഈ കർത്താവ് എന്നെയും നിങ്ങളെയും പറ്റി ആഗ്രഹിക്കുന്നത് തന്നെയാണ്. And for this reason that Paul has insisted, emphasized very much about the noble and ignoble purpose in the passage. ഈ ഒരു ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ മാന്യകാര്യത്തിനും We should ഹീനകാര്യത്തിനും not, എഴുതി we should വെച്ചിരിക്കുന്നത്. not justify and condemn people. He is a rowdy, he is this, that, he is a very worst fellow, he is useless fellow. We should not say that. നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ വിധിക്കുകയോ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയോ ചെയ്യേണ്ട. അവൻ കൊള്ളാവുന്നവനാണ്, അവൻ ഗുണ്ടയാണ്, പ്രശ്നക്കാരനാണ്, ഇതൊന്നും നമ്മൾ പറയണ്ട. It is our duty to go and spell the word of God, evangelism. That is called gospel. Go and spell the word of God to bring them unto Christ. നമ്മൾ പോവുക, നമ്മൾ ദൈവവചനം ഉച്ചരിക്കുക, അതാണ് നമ്മളെ പറ്റിയുള്ള ദൈവിക ആഗ്രഹവും ശുശ്രൂഷയും. Amen. ആമേൻ. Number third one is, it should be a prepared vessel. നിങ്ങൾ ദൈവാലയത്തിന് കൊള്ളാകുന്ന ഒരു ഉപകരണമായിരിക്കണം. Unless until you prepare yourself in the house of the Lord, നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരുന്നില്ല എങ്കിൽ there is absolutely no chance at all to meet our Lord Jesus Christ in heaven. നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരല്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ദൈവത്തെ കാണുവാനോ സ്വീകരിക്കുവാനോ No സാധിക്കില്ല. excuses. ഒരു ഒഴികഴിവും പറയാൻ You സാധിക്കും. cannot tell any stories, boulevard stories. നിങ്ങൾക്ക് യാതെങ്കിലും കഥകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. Lord, I entered into this. Lord, I done this wrong. This, that, nothing doing. Time is very short. കർത്താവേ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്കത് പറ്റി, ഇത് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് പറയാനായിട്ടുള്ള സമയം നമുക്കില്ല. സമയമില്ല. We are in the last hours. നമ്മൾ ഒരു അവസാന കാലഘട്ടത്തിലാണ്, അവസാന നാളുകളിലാണ്. As you are well aware that what tough challenges we are facing in the nation. നമ്മുടെ മുന്നിൽ വലിയ വെല്ലുവിളികൾ ഈ രാജ്യത്ത് നമ്മൾ നേരിടുന്നുണ്ടല്ലോ. But it's our bounden duty to share the love of Christ. എന്നാൽ ക്രിസ്തുവിന്റെ നിർബന്ധത്താലുള്ള ഒരു ശുശ്രൂഷ നമ്മുടെ മേലുണ്ട്. Gospel of Jesus Christ. അവന്റെ സുവിശേഷം. People first of all should taste the love of Christ through our attitude and our behavior. അവന്റെ സ്നേഹം ജനങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സമീപനങ്ങളിലൂടെ, നമ്മുടെ രീതികളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർ മനസ്സിലാക്കണം. Amen. ആമേൻ. Those days are gone. People are very much with so much reverence, with the fear. People used to come for a prayer. If they say that Christian father, Achan is coming, oh, so much of. Now the situation is ulta. പണ്ട് വളരെ ബഹുമാന്യത്തോടുകൂടെ ഭയത്തോടുകൂടെ ശുശ്രൂഷകൾക്കായി, പ്രാർത്ഥനകൾക്കായി, അയ്യോ അച്ഛനുണ്ടല്ലോ, അച്ഛൻ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന കാലം കഴിഞ്ഞു. When the Achan announces that youth meeting, fasting prayer, women's meeting, in this meeting, that meeting, immediately you should decide in your heart that I must be a part of this meeting. ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകളെ പറ്റി, സ്ത്രീജന സഖ്യത്തിൻ്റെയോ സൺഡേ സ്കൂളിൻ്റെയോ യുവജനങ്ങളുടെയോ മീറ്റിങ്ങുകളൊക്കെ പറ്റി അച്ഛൻ പരസ്യം പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിൽ കുറിക്കണം, ഞാൻ ഇതിൻ്റെ ഭാഗമായിരിക്കും. Please teach your children that the way you should bring them. നിങ്ങൾ മാത്രം ശീലിച്ചാൽ പോരാ, നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിച്ച് അവരെ ഇതിൻ്റെ ഭാഗമാക്കണം. Should be prepared vessel. നിങ്ങൾ ഒരു ഒരുക്കമുള്ള പാത്രമാണ്. How many of you would realize and confess in the house of the Lord, Lord, I'm preparing myself. I'm already prepared.
What would say that today? നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവേ, ഞാൻ എന്നെ ഒരു ഒരുക്കമുള്ള ശുശ്രൂഷയ്ക്കായി ഒരുക്കമുള്ള പാത്രമാക്കി ഉപയോഗിക്കപ്പെടുവാനായി. If you are not prepared in the house of the Lord, നിങ്ങൾ ദേവാലയത്തിൽ ഒരു ഒരുക്കമുള്ള അനുഭവത്തിൽ അല്ല എങ്കിൽ the Bible says that will not be able to enter into heaven. നിങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. My beloved brothers and sisters and children of God, എൻ്റെ വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, what is the purpose of we people are coming to the church? നിങ്ങൾ ആലയത്തിൽ വരുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? To get baptism, സ്നാനപ്പെടാനാണോ? get confirmation, നിങ്ങൾക്ക് സ്ഥിരീകരണം നേടാനാണോ? get marriage, കല്യാണം നടത്തി കിട്ടാനാണോ? what else? For any special occasions, ചില പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ആലയത്തിൽ വരുന്നത്? finally funeral, ഏറ്റവും അവസാനം നിങ്ങളെ ഒരു അടക്ക ശുശ്രൂഷ, or with some expectation that we come to church. ഇങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളോടുകൂടെ ആലയത്തിൽ വരുന്നവരാണോ നാം? This is not the eternity. പക്ഷെ ഇതൊന്നും As long as God has given you the life on this earth, ഈ ഒരു ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും ജീവനുള്ള കാലമൊക്കെ we should live a very meaningful life for വളരെ Christ, അർത്ഥപൂർണമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു. for God's sake, കർത്താവിന്റെ സന്നിധിയിൽ, for the glory of God, അവന് വേണ്ടി, അവന്റെ മഹത്വത്തിന് വേണ്ടി, for the extension of God's kingdom. അവന്റെ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് What is വേണ്ടി. the purpose of coming to the church? എന്തിനാണ് ദൈവാലയത്തിൽ നാം വരുന്നത്? Let me conclude the small illustration and close it. ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. There is a big functions going on in the church ഒരു ആലയത്തിൽ ഒരു വലിയ ശുശ്രൂഷ, with all beautiful decorations. ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഭയങ്കരമായ മനോഹരമായ അലങ്കാരങ്ങളൊക്കെ അവർ ചെയ്തു. All the distinguished leaders on the dais with all saints of God. വിശുദ്ധന്മാരുടെ ഒരു വലിയ കൂട്ടം, വിശിഷ്ടാതിഥികളുടെ ഒരു വലിയ സംഘം ആ വേദിയിലുണ്ടായിരുന്നു. When the old man, like a poor man, he came while the service was going on. ഈ ഒരു ശുശ്രൂഷ നടക്കുന്നപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നു. After the service, during the service, ആ ഒരു ശുശ്രൂഷയുടെ മധ്യേ the young boy came and asked him the question, why you are standing here? ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞു കുട്ടി അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? Thambi, nobody is allowing me to enter into church. അവനിങ്ങനെയാണ് പറഞ്ഞത്, കുഞ്ഞെ, എന്നെ ആരും അകത്തേക്ക് ആലയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. Who are you? He asked simple question. ആ കുഞ്ഞ് വീണ്ടും ചോദിച്ചു, നീ ആരാണ്? Thambi, go and tell Pastor Achan that I'm Jesus Christ. അവൻ പറഞ്ഞ മറുപടി ഇതാണ്, ദയവായി നിങ്ങളുടെ അച്ഛനോട് ചെന്ന് പറ, ഞാൻ യേശു ക്രിസ്തുവാണ്. He started to laugh at him. അവന്, ആ കൊച്ചുകുട്ടി തന്റെ നിഷ്കളങ്കതയിൽ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ആരംഭിച്ചു. You looks like all wearing dirty cloth. You are saying that Jesus Christ? വളരെ മോശമായ വസ്ത്രം, വികൃതമായ രൂപം, നീയാണോ ക്രിസ്തു? He made a small test to Jesus. അവന് ഒരു ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചു. Jesus himself really felt so bad. Again, this another devil has come to test me in the church. യേശു ക്രിസ്തുവിന് തന്നെ അത് അഭംഗിയായിട്ട് തോന്നി. കാരണം എന്താ, വീണ്ടും ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു പിശാചു വന്ന്, ഇപ്പൊ വേറൊരു പിശാചു വന്ന് എന്നെ പരീക്ഷിച്ചു. You know what type of test he made? ആ കുട്ടി നടത്തിയ പരീക്ഷണം I'll get you a ഇങ്ങനെയായിരുന്നു. small piece of stone. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിന്റെ കയ്യിൽ ഒരു കുഞ്ഞു കല്ല് തരാം, You make this gold. അതിനെ നീ എന്ത് ചെയ്യണം, ഗോൾഡ് ആക്കി തരണം. Then I'll immediately go and tell Achan and Bishop Atrimini all sitting there in the dais. ഞാൻ തരുന്ന കല്ലിനെ നീ സ്വർണ്ണമാക്കി മാറ്റുമെങ്കിൽ ഞാൻ ഉടനെ തന്നെ അച്ഛനോടും ബിഷപ്പിനോടും ചെന്ന് പറയാം, ക്രിസ്തു പുറത്തു നിൽപ്പുണ്ടെന്ന്. Jesus honored his words and then taken it at a small piece of stone ക്രിസ്തു അവന്റെ വാക്കുകളെ ബഹുമാനിച്ച് ആ കുഞ്ഞ് കല്ല് അവൻ and lifted up to heaven. അവൻ അതിനെ ഉയരത്തിലേക്ക് വാഴ്ത്തുവാനായിട്ട് ഉയർത്തി. Heavenly Father, എന്നിട്ട് പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ പിതാവേ, this is the place situation that I'm undergoing. ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. Make these people to understand, realize that I'm the Lord Jesus Christ. കർത്താവേ, ഈ മനുഷ്യര് എന്നെ ക്രിസ്തുവായിട്ട് മനസ്സിലാക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണം. Perform miracle, Lord, Father in heaven. സ്വർഗത്തിൽ നിന്ന് ഒരു അത്ഭുതം നീ ചെയ്യണം. Just put a small simple prayer. ഒരു കുഞ്ഞു പ്രാർത്ഥന. Immediately that became gold. ആ കല്ല് അത്ഭുതകരമായ രീതിയിൽ സ്വർണ്ണമായി മാറി. That boy, that young guy, youth leader, what enjoyed. He jumped and said that, okay, wait, please, let me go and speak to our Achan. കല്ല് സ്വർണ്ണമായത് കണ്ട് ആ ചെറുപ്പക്കാരന് ഭയങ്കര സന്തോഷമായി. അവൻ ഓടി കുതിച്ച് പാസ്റ്ററുടെ അടുത്തേക്ക് പോയി. Then he started to discuss with
vice president, secretary, and chairman, all the leaders, and the achans and bishops, everybody. ആ സഭയിലുണ്ടായിരുന്ന എല്ലാ ചുമതലക്കാരോടും ബിഷപ്പിനോടും അച്ഛനോടും ഒക്കെ ഈ വർത്തമാനം പറഞ്ഞു. Then immediately the secretary started to announce that പെട്ടെന്ന് തന്നെ ആ ആലയത്തിന്റെ സെക്രട്ടറി ഇങ്ങനെ ഒരു what all the പ്രസ്താവന, things has happened. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നൊരു പ്രസ്താവന നടത്തി. Now you tell me what happened next. എന്ത് സംഭവിച്ചു കാണും, നിങ്ങളൊന്ന് പറയാമോ ബാക്കി എന്തായിരിക്കുമെന്ന്? People had a desire to see Jesus. ജനങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാനുള്ള ആകാംക്ഷ ഉണ്ടായി കാണൂ. What happened? എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു കാണും? What people expected. എന്ത് അവര് ചിന്തിച്ച് കാണും? എന്താണ് അവർ പ്രതീക്ഷിച്ചത്? Everybody started to go out എല്ലാവരും ഓടി പുറത്തേക്ക് പോയി and search for stones according to their size. അവരുടെ ചിന്തയ്ക്കനുസരിച്ച് കല്ലുകൾ ശേഖരിക്കാൻ തുടങ്ങി. What for? എന്തിനാണ്? To get gold. ആ കല്ലുകള് സ്വർണമായി You don't need മാറുന്നത്. gold. You need gold. You don't want. നിങ്ങൾക്ക് വേണ്ടേ സ്വർണം? For you don't need. നിങ്ങൾക്ക് വേണ്ടായിരുന്നു. Then the Achan secretary treasurer, they started to collect a bigger size. അച്ഛനും സെക്രട്ടറിയും ഒക്കെ വളരെ വലിയ കല്ലുകൾ Like Triveni and all, we started to take big size of gold. നമ്മൾ വളരെ വലിയ കല്ലുകൾ എടുത്തു. But we need funds, to run the church. നമുക്ക് Everybody started to. ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ. At last, what happened? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചാണ്? ചൊല്ലുങ്ങളെ പറയാം. എന്താ പറയൂ? പറയൂ. What happened? എന്ത് സംഭവിച്ചു? Jesus already gone, left. ക്രിസ്തു പോയി അവിടെ നിന്ന്. This is what happening in these days. For any miracle things to be happen. For any with expectation. ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം ഇതാണ്. വലിയ വലിയ പ്രതീക്ഷകളുമായി. I need money funds for the house. നമുക്ക് ഈ ഒരു കാലത്തിന്റെ ഒരു ആവശ്യം വലിയ വലിയ പണസമ്പാദനം, പണമൊക്കെ നമുക്ക് വേണം. I need Jesus sickness to be healed. എനിക്ക് ക്രിസ്തുവിനെ വേണ്ടത് എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി For some മാത്രമാണ്. expectation, quite nature for every human being. എല്ലാ മനുഷ്യർക്കും ഇതുണ്ടാകും. ചില ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ കർത്താവിന്റെ But my അടുത്തേക്ക് dear വരുന്നത്. loving children of God, God expects small simple thing that from you and me today. ക്രിസ്തുവിൽ വാത്സല്യമുള്ള എൻ്റെ പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മളിൽ നിന്ന് വളരെ ചെറിയ കാര്യം മാത്രമാണ് You ആഗ്രഹിക്കുന്നത്. should have a base. You should have a faith. You should live by biblical faith and truth that you are standing for the നിങ്ങൾ നിലനിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കും അടിസ്ഥാനപ്പെട്ടവരായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ Let's കൊണ്ടുപോകും. close our eyes. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Keep your holy book with you. നിങ്ങളുടെ വേദപുസ്തകം നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാമോ? Just please, my humble request, And speak to our Lord. എൻ്റെ ഒരു വലിയ ആഗ്രഹം ഇങ്ങനെയാണ് ദൈവത്തോട് He is സംസാരിക്കാൻ. not only the listener of a prayer, നമ്മുടെ പ്രാർത്ഥനകളുടെ കേൾവിക്കാരൻ മാത്രമല്ല കർത്താവ്, He is answer of a prayer. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി Our തരുന്നവനാണ് God നമ്മുടെ ദൈവം. speaks to every individual. ഓരോ മനുഷ്യരോടും വ്യക്തിപരമായി Such a സംസാരിക്കുന്നവനാണ് നമ്മുടെ great, കർത്താവ്. loving and living God we worship. ആ ഒരു മഹത്തായ ഇത്രയും ശ്രേഷ്ഠനായ No ഒരു matter ദൈവത്തെ what background we come from, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്ന് what language വന്നവരാണെന്നുള്ളത്, we speak, നമ്മൾ ഏത് ഭാഷ പറയുന്നു what എന്നുള്ളത്, region, states and country, we all are children of God created by our ദേശത്തിന്റെ Lord. ഏത് ഭാഗത്തിൽ നിന്നാണ് നിങ്ങൾ വന്നിട്ടുള്ളതെന്നും, What is the purpose that God has planted in the church, house of the Lord? എന്നാൽ കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടി Today is the day that God has chosen you to be His pillar of this church. നിങ്ങളെ ക്രിസ്തുവിന്റെ ആലയത്തിന്റെ ഒരു ശുശ്രൂഷകനായി ഒരു തൂണായി നിർത്തുവാനായി ദൈവം Whether we be ആഗ്രഹിക്കുന്നു. useful for a noble purpose or ignoble purpose, but God sees every one of us as a honorable vessel in the house of the Lord. മാന്യകാര്യത്തിനോ ഹീനകാര്യത്തിനോ ഏത് ചുമതലയിലായിരുന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾ വിലയുള്ളവരാണ്. You speak to your Lord for a നിങ്ങൾ moment. കർത്താവിനോട് സംസാരിക്കണം. Thank you, Lord. കർത്താവേ, Thank you, Master. നന്ദി. Thank you, Lord. You have chosen me to be your son, our കർത്താവേ, daughter. നീ എന്നെ തിരഞ്ഞെടുത്തോടത്ത് ഞാൻ I നിനക്ക് നന്ദി commit my പറയുന്നു. life, Lord. കർത്താവിന്റെ ജീവിതത്തെ I ഞാൻ commit അങ്ങേക്ക് my തരുന്നു. entire family unto the land, O Lord. എന്റെ കുടുംബത്തെ ആകമാനം ഞാൻ നിനക്ക് I commit സമർപ്പിക്കുന്നു. my Achan's family, the entire church into the mighty hand, Lord. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന We സഭയെ trust in the Lord that you're going to, we trust in the Lord that you're going to perform miracle
beyond our expectations. ഞങ്ങളുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമായി നീ വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you, Lord. Have mercy upon us, Lord. കർത്താവേ, നിനക്ക് Have നന്ദി. mercy upon me, Lord. അങ്ങ് ഞങ്ങളോട് I'm കരുണ. useless, Lord. കർത്താവേ, ഞാൻ യാതൊരു I'm കഴിവില്ല. worthless, Lord. ഞാൻ ഒരു വിലയില്ലാത്ത. But today you made me a worthful and useful and prepared a vessel for thy glory, Lord. നീ എന്നെ ശ്രേഷ്ഠനും മാന്യനും ഉപയോഗപരവുമാക്കി മാറ്റി നിന്റെ സന്നിധിയിൽ എന്നെ നിർത്തണമേ. വെറുമയ്യാൻ പാത്തിരം ഞാൻ വെറുത്ത് തള്ളാമലേ വരുന്നും പാത്തിരം ഞാൻ. You know this? കുയവനേ കുയവനേ പടൈപ്പിൻ കാരണനേ കളിമൺ നാന എന്നയുമേ കണ്ണോക്കി പാത്തിടുമേ. കുയവനേ കുയവനേ പടൈപ്പിൻ കാരണനേ കളിമണ്ണാണ് എന്നയുമേ കണ്ണോക്കി പാർത്തിടുമേ. വേറുമയാൻ പാത്തിരം നാൻ വെറുത്ത് തള്ളാമലേ വീരമ്പുകളെയും പാത്തിരമാൻ വിളങ്ക ചെയ്യുമേ. വെറുമയാന പാത്തിരം നാൻ വെറുത്ത് തള്ളാമലേ നീരമ്പി വഴിയും പാത്തിരമാൻ വിളങ്ക ചെയ്യുമേ. Your vessel may be empty, but he is ready to fill you with his wisdom, knowledge, talent and gifts. Whatever you expect from the Lord, only thing he wants you to commit your life to the Lord. Today is the day. Forget about all your background, your background. Lord, thank you, Lord. I want to be a child. Lord, fill me, Lord, with thy spirit. Fill me, Lord, with thy word. Fill me, Lord, with all to be your honorable vessel in the house of the Lord. And I bind for the water. Thank you, Jesus. In Jesus' name we pray. Amen. Amen. അനുഗ്രഹീതമായ വചനകേൾവി നാം ശ്രവിക്കുകയായിരുന്നല്ലോ. ദൈവകൃപയിൽ നമ്മെ പരിപൂർണമായി താഴ്ത്തിയേൽപ്പിക്കാം. ECI സഭയുടെ കേരള കന്യാകുമാരി മഹായിടവകയുടെ അഭിവന്ദ്യനായ തിരുമേനി നമ്മോടൊപ്പം ഉണ്ട്. തിരുമേനി നമ്മോട് 2 വാക്ക് സംസാരിക്കും. ശേഷം അഭിവന്ദ്യ തിരുമേനി പ്രാർത്ഥിച്ച് നമുക്ക് നമ്മെ ആശീർവദിക്കും. അഭിവന്ദ്യ തിരുമേനിയെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യും. ഇന്ന് നടന്ന ഈ കൺവെൻഷൻ യോഗത്തിൽ വന്ന് പങ്കെടുക്കുവാനും വചനം കേൾക്കുവാനും ദൈവം എന്നെ സഹായിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കേട്ടതുപോലെ ദൈവസന്നിധിയിൽ ഉപയോഗമുള്ള ഒരു നല്ല പാത്രമായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ വിശുദ്ധീകരിച്ച് ശുദ്ധമുള്ള ഒരു നല്ല പാത്രമായി പുഷ്പൻ്റെ കയ്യിൽ മെനഞ്ഞെടുക്കപ്പെട്ട കളിമണ്ണ് അത് ഉപയോഗമുള്ള ഒരു പാത്രമായിട്ട് പുഷ്പൻ്റെ താല്പര്യപ്രകാരം മെനഞ്ഞ് എടുക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നിൽക്കുവാനും ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ കേട്ടതുപോലെ ഉപയോഗമുള്ള ഒരു നല്ല പാത്രമായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സമർപ്പണം ചെയ്യുവാൻ ഈ കൺവെൻഷൻ നമുക്ക് അനുകൂലമായി ദൈവം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ കേരള കന്യാകുമാരി മഹായിടവകയുടെ പേരിൽ ഈ സഭയ്ക്കും ഈ കൂട്ടായ്മയിൽ ഇന്ന് വചനം കേൾക്കുവാൻ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എന്നെ വിളിച്ചതായ
അഭിമന്യ തിരുമേനിക്കും ഇവിടെ പ്രവർത്തിക്കുന്ന അച്ഛന്മാർക്കും ഞാൻ എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഇനിയൊരു പ്രസംഗം ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കേട്ടതായ വാക്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന സഭകളിൽ ആലയത്തിൻ്റെ തൂണുകളായി വിലപിടിപ്പുള്ള പാത്രങ്ങളായിട്ട് ദൈവസന്നിധിയിൽ പ്രകാശിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ആശംസയോട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്നേഹസ്വരൂപനായ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹമേറിയ സന്തോഷം നിറഞ്ഞ മനോഹരമായി നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പോൾ വിവിധ ഭവനങ്ങളിൽ വസിച്ചിരുന്ന ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ ഈ അങ്കണത്തിൽ കൂടി വരുവാനും ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവം തരുന്ന അനുഗ്രഹമേറിയ നല്ല വചനങ്ങളെ ധ്യാനിച്ച് ഉൾക്കൊള്ളുവാൻ്റെ വേണം പ്രിയപ്പെട്ട പിതാവിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മധ്യയിൽ ഉപയോഗിച്ച് പിതാവിൻ്റെ ദാസരിൽ കൂടെ ഈ നല്ല വാക്കുകൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് സ്തോത്രം. ഇത് ആത്മീയ ജീവിതത്തിന് ചൈതന്യം പകരുവാൻ, ശക്തി പകരുവാൻ പരിശുദ്ധാത്മാവ് തുടർന്ന് എല്ലാവർക്കും കൃപ അരുളണം. വിശുദ്ധിയിന്മേൽ വിശുദ്ധി പ്രാപിച്ച് ഭൂമിയിൽ ദൈവം ഞങ്ങൾക്ക് ആരാധിക്കുവാൻ തന്നിരിക്കുന്ന സഭകളിൽ ഉപയോഗമുള്ള നല്ല പാത്രമായി പ്രവർത്തിക്കുവാനും പ്രകാശിക്കുവാനും ഒടുക്കത്തെ നാളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ ഞങ്ങൾ ഉപയോഗമുള്ള പാത്രങ്ങളായി അവിടെ ആരാധിക്കുവാൻ, ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളെ കർത്താവെ പ്രേരിപ്പിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആരാധിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് ജീവിതം മുഖാന്തരം ഞങ്ങൾ വെളിപ്പെടുത്തുന്നവരായി, വാക്കുകൾ മുഖാന്തരം ഞങ്ങൾ കൊടുക്കുന്നവരായി, സുവിശേഷത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മക്കളായി ഈ ഭൂമിയിൽ വാഴുവാനും നല്ല സാക്ഷികളായി നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ സഭാപിതാക്കന്മാർക്കായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഉച്ചഭാഷണിയിൽ കൂടെ ശബ്ദം ശ്രവിക്കുന്ന ഈ ദേശവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ആശീർവദിക്കണം. ഇനിയും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ഭൂലോകത്തിൽ വെളിപ്പെട്ട് രക്ഷയുടെ ദൗത്യം കാൽവരി ക്രൂശിൽ ചെയ്ത് പൂർണ്ണമാക്കി അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിനെ അംഗീകരിക്കാതെയും അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങാതെയും ഇരിക്കുന്ന മക്കൾ, ഈ ശബ്ദപരിധിക്കുള്ളിലിരിക്കുന്നവർ കേട്ട് ഉൾക്കൊണ്ട് അനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി നല്ല പാത്രങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും അപ്പൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ പോകുന്നു. എല്ലാവരെയും സമാധാനത്തോടെ അയക്കണം. രാത്രി എല്ലാവർക്കും സുഖമായ നിദ്രയും സ്വർഗീയ ദർശനവും തന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, പുതിയ ദിവസത്തിൽ സന്തോഷത്തോടെ ഉണർന്ന് കടമകളിലേക്ക് പ്രവേശിക്കുവാനും ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന സാക്ഷികളായി ജീവിക്കുവാനും ശക്തി പകരണം. സകല മഹത്വവും ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു രക്ഷകന്റെ നാമത്തിൽ യാചിക്കുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥന കൃപയോട് കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും കാവലും പ്രിയരെ നാം ഏവരോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും നമ്മുടെ തീരുമാനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.